everyone, എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖാണോ? എക്സാംസിന്റെ ഒക്കെ ടെൻഷന്റെ ഇടയിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ചെറിയൊരു റിലാക്സേഷൻ ഒക്കെ വേണം, എന്നിരുന്നാലും നമ്മൾ പഠിക്കുകയും ചെയ്യണം അല്ലേ? സോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ലൈവ് ആയിട്ടാണ്. ഇതിൽ നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഡിസ്കസിങ് ദ സമ്മറി ഓഫ് ദി ചാപ്റ്റേഴ്സ്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഡിസ്കോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ലൈവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഹായ്, ഹലോ എവ്രി വൺ, നൈസ് ടു സീ യു. എങ്ങനെ ഇരിക്കുന്നു? എല്ലാവർക്കും സുഖമാണോ? യാ, ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പോൾ അതാ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ അല്ലേ? നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? നിങ്ങളുടെ ഫ്രണ്ട്സും നല്ല രീതിക്ക് മാർക്കൊക്കെ വാങ്ങി പാസ്സാവണ്ടേ? ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്താലോ? ഓൾമോസ്റ്റ് 10-14 പേരൊക്കെ എത്തിയിട്ടുണ്ട്. സോ വിൽ സ്റ്റാർട്ട്. നമുക്ക് സമയം കളയണ്ട, ബാക്കിയുള്ളവർ പയ്യെ വരട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് വി ഹാവ് ഓൾമോസ്റ്റ് 5 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. ആ 5 യൂണിറ്റ്സും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം വിൽ ബി ഗോയിങ് ഫോർ ദ ഡിസ്കോഴ്സ്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഹിയർ വിൽ ബി ബിഗിനിങ് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ഫസ്റ്റ് യൂണിറ്റ് ആൻഡ് ദാറ്റ് ഈസ് the 3 L's of empowerment. അപ്പോൾ empowerment എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് ഈസ് സംവാട്ട് റിലേറ്റഡ് ടു വിമൻ എംപവർമെന്റ് അല്ലേ? ബാക്കിയുള്ളവരെ നമുക്ക് എംപവർ ചെയ്യണ്ട എന്നല്ല, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും നമുക്ക് വി ആർ ഹാവിങ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് അല്ലേ? കുറച്ച് ആൾക്കാരെയൊക്കെ മാർജിനലൈസ് ചെയ്ത് നിർത്തുന്നു, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഡെഫിനറ്റ്ലി വേർഡ് ഇസ്. ബട്ട് എന്നാലും കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നത് ഇറ്റ് ഈസ് ദി എംപവർമെന്റ് ഓഫ് വിമൻ. കാരണം ഇപ്പോഴും അവർ ദേ ആർ സ്റ്റിൽ ബിലീവിങ് ദാറ്റ് ഇല്ല എന്നല്ല കേട്ടോ പറയുന്നത്, നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫാമിലി ലൈഫും എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ദർ ആർ പ്ലെന്റി നൗവഡേയ്സ്. അതില്ല എന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ദർ ഇസ് എ പോർഷൻ ഓഫ് വിമൻ ഹു ആർ ഓൾവേസ് ഇൻസൈഡ് ദി 4 walls ഓഫ് ദെയർ ഹൗസ്. അപ്പം അങ്ങനെയുള്ളവരെ വെച്ച് നോക്കുമ്പം വി ഹാവ് ടു മേക്ക് ദം കം ഔട്ട് ഓഫ് ദെയർ ഷെൽ. ആ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവരാൻ നോക്കേണ്ടത് ഇറ്റ് ഈസ് ആർ റെസ്പോൺസിബിലിറ്റി ആസ് ബീങ് എ സൊസൈറ്റി. അപ്പം അതിനെ പറ്റിയിട്ടാണ് 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ദിസ് യൂണിറ്റ്, ഈ ഒരു യൂണിറ്റ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അബൌട്ട് വിമൻ എംപവർമെന്റ്. ഈ യൂണിറ്റിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഈ വിമൻ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാ ഇതിലും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വിമൻസ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഹൗ ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി സോൾവ്ഡ് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നമുക്ക് നോക്കാം. ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ് അതിനെപ്പറ്റി വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. മേജർ പോയിന്റ്സ് ദാറ്റ് വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ വെൻ യു ആർ റൈറ്റിംഗ് ദി എക്സാംസ്. അപ്പം നിങ്ങൾ വെനെവർ യു ആർ റൈറ്റിംഗ് ദി എക്സാംസ് നിങ്ങൾ ഒരുപാട് എഴുതി വെക്കണ്ടെന്നല്ല, യു ഹാവ് ടു റൈറ്റ് തിങ്സ് അക്കോർഡിംഗ് ടു യുവർ മാർക്സ്. അതിൻ്റെ കൂടുതൽ യു ഷുഡ് ഇൻക്ലൂഡ് മേജർ പോയിന്റ്സ് ഓൾസോ. അല്ലാതെ നിങ്ങൾ കുറേ കത്തിയടിച്ച് അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ വെനെവർ യു ആർ റൈറ്റിംഗ്, വെനെവർ യു ആർ ഗിവിംഗ് പോയിന്റ്സ് ഇൻ ടു യുവർ പാരഗ്രാഫ്സ്, യുവർ മാർക്സ് വിൽ ഗ്രാജുവലി ഇൻക്രീസ്. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പോയിന്റ്സ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് യൂണിറ്റ്, first chapter and the 3 L's of empowerment. Okay, അപ്പോൾ നമുക്കൊന്ന് തുടങ്ങി നോക്കാം. The 3 L's of empowerment is a speech by Christine Lagarde. Okay, അപ്പോൾ it is a speech, ഒരു സ്പീച്ച് ആണ്. ആ സ്പീച്ചിലൂടെ we are getting to know some ways of empowering women. She speaks of the need of empowering women in the 21st century. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത് 21st centuryയിലാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ടെക്നോളജിക്കലി എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഇന്നോവേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും വി ആർ ഡെവലപ്പിംഗ്. പക്ഷെ എന്നിരുന്നാലും വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ദിസ് ഫീൽഡ്. 21ാം നൂറ്റാണ്ടിലും വി ഹാവ് ടു ഗിവ് ദിസ് ഇമ്പോർട്ടൻസ് ഫോർ വിമൻ എംപവർമെന്റ്. ഇപ്പോഴും അതിൻ്റെ ഒരു നീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയാണ്, നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ അച്ഛനെയും അമ്മേനെ എടുക്കുകയാണെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ കുറച്ചുകൂടെ മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അച്ഛന്മാർക്ക് മാത്രമേ അല്ലെങ്കിൽ ഉപ്പമാർക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. നമ്മുടെ മദേഴ്സിനും വീട്ടിലത്തെ ജോലി മാത്രമല്ല, ദേ ആർ ഗോയിങ് ഔട്ട് ആൻഡ് ആസ് വെൽ ആസ് ദേ ആർ ഓൾസോ വർക്കിംഗ് ഔട്ട് സൈഡ്. അപ്പോൾ 2 കാര്യങ്ങളും ഈക്വലി മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഈ ഒരു 21st centuryയിൽ വന്നിട്ടുണ്ട്. But still, we have to give a prominence, we have to give this priority for women empowerment because there is a portion of women who are still inside this shell. Okay, then she asserts that women are capable of contributing to the economic growth of any nation.
അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് വിമൻ എന്ന് പറയുമ്പോൾ അവരുടെ കാര്യം നമ്മൾ ആദ്യമേ ആലോചിക്കുമ്പോൾ സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരിക വീട്ടുജോലി അല്ലെങ്കിൽ വീട് സംബന്ധമായ കാര്യങ്ങളാണ്. പക്ഷേ ഹിയർ ഇൻ ദിസ് സ്പീച്ച് വി ഗെറ്റ് ആൻ ഐഡിയ ലൈക്ക് വിമൻ ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് എ ഗ്രേറ്റ് ടു ദി എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് എ നേഷൻ. അതായത് ഒരു നേഷനെ സാമ്പത്തികപരമായിട്ട് വളരെയധികം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ വിമൻസിന് അവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പൊ നമുക്ക് മെയിൻലി നമുക്ക് ശ്രദ്ധിക്കാനുള്ള 3 L's എന്ന് പറയുന്നത് ദീസ് ആർ ദി വൺസ്. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന 3 L's എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ലേണിംഗ്, the second one is labor, and the third one is leadership. These are the 3 L's of women empowerment. Okay, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ലേണിംഗ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലേണിംഗ്, വി ആർ ലേണിംഗ് സംതിങ്, വി ആർ സ്റ്റഡിങ് ടു ഡു സംതിങ് ന്യൂ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി വി ആർ ബിക്കമിങ് അവെയർ. നമുക്ക് അറിവുണ്ടാവുകയാണ് ലേണിങ്ങിലൂടെ നമ്മൾ ചെയ്യുക. അപ്പം ലേണിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് ഏതൊരു കാര്യത്തിനും, ഏതൊരു ബേസിക് ആയിട്ടുള്ള കാര്യത്തിനും ആധാരം. ഏതൊരു ചേഞ്ചും, എനി ചേഞ്ച് ഹാപ്പൻസ് ഓൺ ദ ബേസിസ് ഓഫ് ലേണിംഗ്. ഒരു പുതിയതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ലേണിംഗ് നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ വിൽ ബി ഗോയിങ് ഫോർ എ ചേഞ്ച്. നമുക്കൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ലേണിംഗ് ഇറ്റ് ഈസ് വെരി നെസസറി. അപ്പം ഈ ലേണിംഗ് വരുമ്പോൾ മാത്രമാണ് വിൽ ബി ഹാവിങ് എ കൈൻഡ് ഓഫ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിങ്കിങ്. നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി വെൻ വി ആർ ഗെറ്റിംഗ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പം അതാണ് ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് L മെൻഷൻഡ് ഹിയർ. ഇനി അടുത്ത പ്രാവശ്യത്തെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? ലേണിംഗിന്റെ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ലേണിംഗ്, എഡ്യൂക്കേഷൻ ഇസ് എ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽഡ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അപ്പം വിമനെ അവരുടെ ആ ഒരു ഷെൽ, അതായത് അവരെപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് അവർക്കൊരു ലിബറേഷൻ കൊടുക്കാൻ, സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിമനെ ഒന്ന് ഏബിൾ ആക്കി എടുക്കുന്നത് ഇറ്റ് ഈസ് ദിസ് എഡ്യൂക്കേഷൻ ഓർ ലേണിംഗ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ? ലേബർ. സെക്കൻഡ് തിങ് ഇസ് ലേബർ. ലേബർ ഹെൽപ്സ് വിമൻ ടു പ്രോഗ്രസ് ഇൻ ലൈഫ്. അപ്പം ഏതൊരു സ്ത്രീയുടെയും ഏതൊരു വിമന്റെ ജീവിതത്തിലും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ജോലിയാണ്, അവരുടെ ലേബറാണ്. അവരേതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവരെയും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. ദ പ്രോഗ്രസ് ഇസ് ഡെഫിനറ്റ്ലി വിത്ത് ആരുടെ കൂടെയാണ്? ഡെഫിനറ്റ്ലി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ്. വീട്ടിൽ ജോലി ചെയ്യുന്നവർ മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്. whenever we compare these two women, രണ്ട് കൂട്ടരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏത് തരത്തിലാണെങ്കിലും ഒരു പ്രോഗ്രസ് കൂടുതൽ, ഒരു കുറച്ചും കൂടി ഒരു ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി those who are having a job. അപ്പൊ അത് കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് them to flourish and achieve their true potential. അപ്പൊ ഇപ്പോഴും നമ്മൾ കാണാറുണ്ട് വീട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് കഴിവുള്ള എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ടുള്ള നിലയിൽ എത്തിച്ചേരാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ ഇപ്പോഴും അവരുടെ അടുക്കളകളിലൊക്കെ ഒതുങ്ങി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സ്റ്റിൽ there are people like that. പക്ഷേ whenever they are having this education and that leads to labor, വിദ്യാഭ്യാസം കിട്ടുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് നല്ലൊരു ജോലി കിട്ടും. ആ ഒരു ജോലിയിൽ നിന്ന് they are getting the chance or opportunity to exhibit their potentials. അവരുടെ ടാലൻസും അവരുടെ കഴിവുകളും എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം they are getting to through labor. അപ്പൊ ജോലിയിലൂടെ അവർക്ക് അതിന് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. It gives them economic freedom and brings about a change in their outlook. അപ്പൊ ജോലി ഉള്ളപ്പം എന്ത് സംഭവിക്കും? They will be getting an economic freedom. മറ്റേത് നമ്മളിപ്പം ഇഫ് വി ആർ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, വീട്ടിൽ നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പം ഹസ്ബൻഡ് ഈസ് ഓൺലി ഹാവിങ് എ ജോബ്, ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ. ഈ ഭാര്യയ്ക്ക് ദ വൈഫ് ഇസ് നോട്ട് ഹാവിങ് എ ജോബ്. അപ്പം ഈ ഒരു സ്ത്രീക്ക് ഷീൽ ഓൾസോ ബി ഹാവിങ് ലോഡ് ഓഫ് നീഡ്സ്. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഓരോ ആവശ്യത്തിനും ഇവർക്ക് ഭർത്താവിനെ, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇഫ് the case is different, ഒരു കാര്യം മാറി വരുന്നുണ്ട്. ഇഫ് ദ വിമൻ ഈസ് ഓൾസോ ഹാവിങ് എ ജോബ്, ഈ പറയുന്ന വൈഫിനും ഒരു ജോബ് ഉണ്ടെങ്കിൽ she will not be that so dependent to her husband. Definitely അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു അറ്റാച്ച്മെന്റ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വഴിയിലാണ് every marriage is going on. But still, whenever a woman is having an economic independence, സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാനുള്ള ആ ഒരു കഴിവുണ്ടാവുമ്പോൾ it will definitely bring some change in their life. Okay, so that is also a part of this L. ഈ രണ്ടാമത്തെ Lന്റെ ഒരു ഫീച്ചർ ആണത്. Then she calls for equal pay for equal work for man and women.
അപ്പോൾ എന്താ ഇപ്പം നമ്മൾ വളരെയധികം ഉയർന്നു കേൾക്കുന്ന ഒരു സ്ലോഗനാണ് ഈക്വൽ പേ ഫോർ ബോത്ത് ദി ജെൻഡേഴ്സ്. അതായത് ആണുങ്ങൾക്ക് എത്ര തന്നെയാണോ വേതനം കിട്ടുന്നത്, പേയ്മെന്റ് കിട്ടുന്നത്, അത്ര തന്നെ വിമനും പേയ്മെന്റ് കിട്ടുന്നത്. ബിക്കോസ് ദേ ആർ ഡൂയിങ് ദ സെയിം ജോബ്. നമ്മൾ പണ്ടൊക്കെ പറയായിരുന്നു എങ്ങനെ നോക്കിയാലും ആണുങ്ങളുടെ അത്രയും ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഒരിക്കലും വിമന് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് നൗ തിങ്സ് ഹവ് ചേഞ്ച്. ഫിസിക്കലി ഡെഫിനറ്റ്ലി ദർ ആർ ഡിഫറെന്റ് ചേഞ്ചസ്, ബോത്ത് ഓഫ് ദം ആർ ഡിഫറെന്റ്. സ്റ്റിൽ വിമനും ഇപ്പോഴും ആണുങ്ങളെ പോലെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഷീ ഈസ് ഓൾസോ ഡൂയിങ്. സോ ഷീ ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ഏബിൾ, കുറച്ചും കൂടെ ഏബിൾ ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് നൗ അടുത്ത ലാസ്റ്റ് എൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ നമുക്ക്, ദ ക്വാളിറ്റി ഓഫ് ബീങ് എ ലീഡർ. ഒരു ലീഡറിന്റെ ക്വാളിറ്റി ഉണ്ടാവുക ലീഡർഷിപ്പ്. Helps women to rise and fulfill their abilities and talents. Whenever a woman is having that leadership ability, ഒരു കൂട്ടരെ നയിക്കാൻ, ഒരു ഫാമിലിനെ എപ്പോഴും നയിക്കുന്നത് അവിടുത്തെ ആ ഒരു സ്ത്രീ തന്നെയായിരിക്കും അല്ലേ. സോ ഡെഫിനറ്റ്ലി ഷീ ഈസ് ഹാവിംഗ് ദറ്റ് ലീഡർഷിപ്പ് എബിലിറ്റി. അതിനെ ഒന്ന് കുറച്ചും കൂടെ നല്ല രീതിക്ക് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഷീ വിൽ ഓൾസോ ഹാവ് ഡിഫറെന്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അതിനെ നല്ല രീതിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഷീ വിൽ ബിക്കം capable. Women are competent but they lack self-confidence. എല്ലാ womenസും they are having lot of potential, they are having lot of talents. പക്ഷേ what is their problem? അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? They lack self-confidence. ഞാനത് ചെയ്താൽ റെഡി ആവോ, അല്ലെങ്കിൽ what if ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ what will be the condition of my family? അങ്ങനത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് ഏതൊരു സ്ത്രീയെയും അവർ ചെയ്യാൻ പോകുന്ന ഏതൊരു നല്ല കാര്യത്തിലും അല്ലെങ്കിൽ ഒരു വലിയൊരു ഹൈറ്റ് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു സംഭവത്തിൽ നിന്ന് അവരെ പുറകോട്ട് വലിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി പ്രോബ്ലം ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. Okay, അപ്പം when she is getting rid of this problem, she will definitely climb heights. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. Therefore the speaker urges them to come out of their comfort zones and to dare the difference. അപ്പം ലാസ്റ്റ് നമ്മുടെ ഈ ഒരു സ്പീച്ച് എൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, whenever you are able to take risk, നിങ്ങൾ ഏറ്റവും വലിയൊരു ഹൈറ്റിലേക്ക് എത്തണം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഗ്രേറ്റ് പൊസിഷനിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടേക്ക് റിസ്ക്സ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് റിസ്കുകൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ റിസ്കുകൾ എടുത്താൽ മാത്രമേ യു വിൽ ബി ഏബിൾ ടു സക്സീഡ്, അല്ലെങ്കിൽ യു വിൽ ബി ഏബിൾ ടു അച്ചീവ് എ പെർട്ടിക്കുലർ പൊസിഷൻ ദാറ്റ് യു ഡ്രീംഡ്. നിങ്ങൾ സ്വപ്നം കണ്ട ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ഒരു റിസ്ക് എടുക്കണം. വെദർ ഇറ്റ് ക്യാൻ ബി യുവർ ഫാമിലി, ഇറ്റ് ക്യാൻ ബി ദ ചിൽഡ്രൻ, അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ദി ക്രിറ്റിസിസം ഫ്രം ദി സൊസൈറ്റി. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ പറ്റി പറയുന്നതാവട്ടെ, നിങ്ങളുടെ ഫാമിലി ആവട്ടെ. ഡെഫിനറ്റ്ലി ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഫാമിലി വേണം, കുട്ടി വേണം, കുടുംബം വേണം, സൊസൈറ്റി വേണം, എല്ലാവരും നമുക്ക് വേണം. ബട്ട് ഇഫ് യു ആർ ഏബിൾ, ഇഫ് യു ആർ വെരി കോൺഫിഡൻറ്റ് ടു ടേക്ക് ഓൾ ദീസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിസ്ക്, definitely you are going to win. അപ്പോൾ അതാണ് ഈ ഒരു യൂണിറ്റിന്റെ ഈ ഒരു യൂണിറ്റിന്റെ അല്ല, ഈ ഒരു ചാപ്റ്റർ the 3 L's of empowerment എന്ന് പറയുന്ന ഇതിന്റെ. Okay, we are having some technical problems, so we'll be back within one
ഓക്കെ ഹായ് വി ആർ ബാക്ക്. അപ്പോൾ നമുക്ക് എന്നാലും ബാക്കി തുടങ്ങിയാലോ? അതിനിടയ്ക്ക് എല്ലാവരും ഭയങ്കര കമന്റ്സ് ഒക്കെ ആണല്ലോ. ഓക്കെ ഓൾ റൈറ്റ്, വിൽ ഗെറ്റ് ബാക്ക് ടു അവർ ടോപ്പിക്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് അബൌട്ട് 3 L's ഓഫ് എംപവർമെന്റ് അല്ലേ? അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് തന്ന നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു സംഭവത്തിന്റെ ആ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് മൈൻഡിലേക്ക് കുറിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 L's ഓഫ് എംപവർമെന്റ്. അതിൽ ആദ്യം വരുന്നത് ഇറ്റ് ഇസ് എ സ്പീച്ച് ആൻഡ് വിമൻ എംപവർമെന്റ്. ഇറ്റ് ഇസ് എ സ്പീച്ച്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ വിൽ ബി ജസ്റ്റ് റൈറ്റിംഗ് ലൈക്ക് ഇതൊരു എസ്സേ ആണെന്ന് പറഞ്ഞ് ചിലപ്പോൾ എഴുതി പോകും. അതല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഒരു സ്റ്റോറി ആണെന്നൊക്കെ പറഞ്ഞു എഴുതും. സോ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ദിസ് ഇസ് എ സ്പീച്ച്, ഒരു സ്പീച്ച് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. വിമൻ ഫേസ് മെനി പ്രോബ്ലംസ്. അപ്പോൾ സ്ത്രീകൾ ഒരുപാട് പ്രോബ്ലംസ് അവരുടെ ഡെയിലി ലൈഫിലും അതുപോലെ തന്നെ വർക്ക് സ്പേസിലും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ദർ ഇസ് നോ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ടാലൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ദെൻ ദർ ആർ 3 L's ഓഫ് വിമൻസ് എംപവർമെന്റ്. അപ്പോൾ ആ കിട്ടാതെ പോകുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇവർക്ക് ലഭിക്കാതെ പോകുന്ന ആ ഒരു പരിഗണന, ഹൗ ക്യാൻ വി സോൾവ് ദിസ്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 L'സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു അത്? Which are the 3 L's? First one is learning, and the second one is labor, and the last one is leadership. ഇനിതാ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലേണിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇറ്റ് ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ്. ഏതൊരു കാര്യത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലേബർ. ആ ലേബർ എന്ന് പറയുന്നത് ജോബ് ഇസ് എ മസ്റ്റ് ഫോർ വിമൻ. അപ്പം ഏതൊരു കുട്ടി നമ്മളിപ്പം പറയാറുണ്ട്, ഇപ്പോൾ ഒരുപാട് ഗേൾസ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. ബിഫോർ ഐ എം ഗെറ്റിംഗ് മാരിഡ്, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഐ ഷുഡ് ഹാവ് എ ജോബ്. എനിക്ക് എന്തായാലും ഒരു ജോബ് കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ. ചിലപ്പം ആ ഒരു പ്രയോറിറ്റി ഒക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ്, ഓരോരുത്തരുടെയും ആ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചായിരിക്കും ദേ വിൽ ബി ഡിസൈഡിങ് ദെയർ ഗോൾസ്, അല്ലെങ്കിൽ പ്രയോറിറ്റികൾ കൊടുക്കുന്നത് ഡിഫറെന്റ് ആയിട്ടിരിക്കും. ആൻഡ് നൗ ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദിസ് മൈൻഡ് സെറ്റ്. ഇനിതാ ഇറ്റ് എംപവേഴ്സ് ദം. അപ്പോൾ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എംപവേഴ്സ് ദം. ലീഡർഷിപ്പ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വുമൻ ഷുഡ് ബി റെഡി ടു ടേക്ക് റിസ്ക് ആൻഡ് ദേ ഓൺലി ക്യാൻ സക്സീഡ് ഇൻ ദെയർ ലൈഫ്സ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ അതിനെ പറ്റിയിട്ട് പറയാൻ. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അത്ര തന്നെ ഉള്ളൂ അതില്. ഓക്കെ ഫൈൻ. നമ്മൾ എന്നാ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ? നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് വി ഹാവ് എ പോയം. ഈ ഒരു പോയം എന്ന് പറയുന്നത് കാത്രീൻ ടൈനന്റെ എനി വിമൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എൻറ്റയർലി പറഞ്ഞു പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് വിമൻ എംപവർമെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ഒരു പോയത്തിൽ വിൽ ബി ഡിസ്കസിങ് തിങ്സ് ലൈക്ക് വാട്ട് ഓൾ പ്രോബ്ലംസ് ആർ ആക്ച്വലി ഫേസ്ഡ് ബൈ വിമൻ അറ്റ് ഹോം. എന്തൊക്കെയാണ് ഒരു വിമൻ ഫേസ്ഡ് എന്നല്ല, പ്രശ്നങ്ങളല്ല, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്ത്രീ, ഒരു വിമൻ, ഒരു ലേഡി അവരുടെ വീട്ടിൽ ചെയ്യുന്നത്. വാട്ട് ഓൾ തിങ്സ് വിൽ ഷീ ഡു അറ്റ് ഹോം ആൻഡ് വാട്ട് ഓൾ തിങ്സ് ദാറ്റ് ഷീ endure outside home. എന്തൊക്കെയാണ് ഈ ഒരു പോയത്തിൽ നമ്മൾ കാണാം. ഓക്കെ, അപ്പം കാത്രീൻ ടൈനൻസ് എനി വുമൻ പ്രസൻസ് ദി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേഡ് ബൈ വിമൻ ഇൻ എ ഫാമിലി. അപ്പോൾ ഒരു കുടുംബത്തിന്റെ അകത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കുടുംബത്തിന്റെ ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലാമ്പ്, ഒരു വിളക്ക് എന്ന് പറയുന്ന സ്ത്രീയാണ്, അവിടുത്തെ അമ്മയാണെന്നൊക്കെ പറയാറുണ്ട്. സോ ദിസ് പോം ആക്ച്വലി speaks about the role of a woman inside family. ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ് പറയാം. The poet describes her as a pillars and roof of a house, light of the good sun and the heat that warms the earth, etc. അപ്പോൾ ആ ഒരു അമ്മ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു വൈഫ്, ഒരു അമ്മ, ഒരു മദർ അല്ലെങ്കിൽ ഒരു ലേഡി, ഒരു വിമൻ ഇൻ എ ഫാമിലി as described. അവർ ചെയ്യുന്ന റോൾസ് പലപ്പോഴും പലതാണ്, പല ഡിഫറെൻറ്റ് റോൾസ് ഷീ ഈസ് ടേക്കിംഗ് അപ്പ് ആൻഡ് ഷീ ഈസ് ലൈക്ക് എ പില്ലർ ആൻഡ് റൂഫ് ഓഫ് എ ഹൗസ്. അപ്പോൾ ഒരു വീടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പില്ലേഴ്സ് ആണ് അല്ലേ. അതിനൊരു അടിത്തറ വേണം, അതിൻ്റെ പില്ലേഴ്സ്, അതായത് ആ വീടിനെ തന്നെ ഉയർത്തി നിർത്തുന്നത്, ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ദ പില്ലേഴ്സ്. അതുപോലെ തന്നെ അതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ഇറ്റ് സപ്പോർട്ട്സ് ദാറ്റ് ഹൗസ്. ആ ഒരു വീടിനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറ്റ് ഈസ് ദിസ് റൂഫ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും മറ്റെന്തൊരു കാലാവസ്ഥയാണെങ്കിലും ആ വീടിനെയും അതിലുള്ളവരെയും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് ഇറ്റ് ഈസ് ദിസ് റൂഫ്. Okay, so that is a role performed by a woman inside her family. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും a kind of protection, a kind of strength that is given by this woman. Okay, ഇനി she also acts as a light of the good sun. അപ്പം
സൂര്യനിൽ നിന്ന് വരുന്ന ഏറ്റവും നല്ല, നമുക്ക് രാവിലെയൊക്കെ എഴുന്നേറ്റ് നമ്മൾ പറയും സൂര്യന്റെ പ്രകാശം നമ്മൾ മേത്ത് കൊള്ളണം, രാവിലത്തെ ആ സൂര്യപ്രകാശമൊക്കെ ഇറ്റ് ഷുഡ് ബി ഗിവൺ, അല്ലെങ്കിൽ വി ഷുഡ് എക്സ്പോസ് അവർ സെൽഫ് ടു ദാറ്റ് സൺലൈറ്റ് എന്നാ പറയാം. അപ്പോൾ ദാറ്റ് ഈസ് ഹാവിങ് എ കൈൻഡ് ഓഫ് ന്യൂട്രിയൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. സോ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ലൈക്ക് women is a light of the good sun. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന ഈ ഒരു പ്രകാശം പോലെയാണ് ഒരു ഫാമിലിയിലെ ഒരു വിമൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്ന് നമുക്ക് ഈ ഇത് കിട്ടിക്കഴിയുമ്പോഴേക്കും വിൽ ബി ഹാവിങ് മോർ എനർജി. ആ ഒരു ഇത് വെച്ചിട്ട് വിൽ ബി ഹാവിങ് മോർ എനർജി, നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. അതുപോലെ തന്നെയാണ് എ വിമൻസ് പ്രസൻസ്, അല്ലെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ദാറ്റ് എ വിമൻ ഡു ഇൻ ഹെർ ഫാമിലി. ഇനി ദ ഹീറ്റ് ദാറ്റ് വാർംസ് ദ എർത്ത് എക്സെട്ര. സോ ദ ഹീറ്റ് that warms the earth etc. അപ്പോൾ ഒരു എർത്തിനെ ഒരു ഹീറ്റ്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളൊരു തീ കായാൻ പോയിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചൂട്, അത് തന്നെയാണ് ഏതൊരു വുമനും ഷീ ഈസ് ഗിവിങ് ഹെർ ഇൻ ഹെർ ഫാമിലി ടു ഹെർ ഫാമിലി മെമ്പേഴ്സ്. ഓരോ ഫാമിലി മെമ്പർക്കും അവൾ കൊടുക്കുന്ന ആ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. Then children warm their hands at her. അപ്പോൾ നമ്മൾ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ അടുപ്പിൻ്റെ അടുത്തൊക്കെ പോയി, അല്ലെങ്കിൽ നമുക്കൊരു ഏരിയ ഉണ്ടാവും അല്ലെ, ആ ഒരു ഏരിയ എടുത്ത് പോയി വിൽ ജസ്റ്റ് വാം അവർ ഹാൻഡ്സ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കൊക്കെ. അപ്പോൾ ഷീ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ് ഏരിയ. നമ്മൾ കൈയൊക്കെ ചൂടാക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരു ഏരിയ പോലെയാണ്. വെനെവർ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ഹെർ, അവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴേക്കും വി ആർ ഗെറ്റിംഗ് വാം ബിക്കോസ് ഓഫ് ദെയർ ലവ്, ബിക്കോസ് ഓഫ് ദെയർ കെയറിങ്. അവർ നമുക്ക് നൽകുന്ന ലവ് അല്ലെങ്കിൽ കെയറിങ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് എ കൈൻഡ് ഓഫ് ഒരു ഹീറ്റ്, നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കെയറിങ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഷീ ഇസ് ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ് ഫോർ ഹെർ ചിൽഡ്രൻ ആൻഡ് ദ നോട്ട് ഓഫ് ലവ് ദാറ്റ് ഹോൾഡ്സ് ഓൾ ദി ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഫാമിലിയിലെ ദ സിംബൽ ഓഫ് ലവ്, ആ ഒരു വീട്ടിലെ ആ കുട്ടികളെ എസ്പെഷ്യലി കുട്ടികളെയൊക്കെ ഒന്ന് മേയിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ അവരെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഫോർ ദ ടീനേജേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കാര്യം തന്നെ എടുത്തോളൂ, നിങ്ങൾ ഏത് നേരം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മളെ ഫുൾ ടൈം ഏത് നേരം ചീത്ത, നീ എന്തിനാ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത്, ഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഡെഫിനറ്റ്ലി നമുക്ക് ആവശ്യങ്ങളുണ്ടാവും അല്ലേ. പക്ഷേ ഏത് നേരവും നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ വിൽ നോട്ട് ലൈക്ക് ദാറ്റ്, നമുക്കത് ഇഷ്ടപ്പെടില്ല. യെസ്. അപ്പം ഇതുപോലെ തന്നെയാണ് ഷീ ഈസ് ഓൾസോ ലൈക്ക് എ സിംബൽ ഓഫ് ലവ് ഇൻ എ ഫാമിലി. അപ്പോൾ ഏതൊരു വീട് എടുക്കുകയാണെങ്കിലും അവിടുത്തെ ലവിൻ്റെ സിംബൽ എന്ന് പറയുന്നത് അവിടെയുള്ള അമ്മ, അവിടെയുള്ള ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന ആൾ തന്നെയാണ്. ആൻഡ് നൗ ഷീ ഈസ് എ വൺ ഹു ഹോൾഡ്സ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി. ആ ഒരു വീട്ടിലെ എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകുന്നതും ആ വീട്ടിലെ ആ ഒരു ലേഡി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ തന്നെയായിരിക്കും. ആൻഡ് നൗ ഷീ ഈസ് എ വാൾ അഗൈൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്. വെനെവർ എ ഡേഞ്ചർ ഇസ് കമ്മിങ്, ഈ പറഞ്ഞ അമ്മ അല്ലെങ്കിൽ ആ വുമൻ, ആ വീട്ടിലുള്ള ആ ഒരു സ്ത്രീ തന്നെയായിരിക്കും എല്ലാവരെയും, ആ ഫാമിലിയിലുള്ള എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന് നിൽക്കുന്നതും അവർ തന്നെയായിരിക്കും. ആൻഡ് നൗ ദി വുമൻ മേക്സ് എ പ്രേയർ ടു ജീസസ് നോട്ട് ടു ടേക്ക് ഹർ അവേ ടിൽ ദി ചിൽഡ്രൻ ഗ്രോ അപ്പ്. അപ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, എൻ്റെ പിള്ളേരൊന്ന് വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാലും കുഴപ്പമില്ല. പല അമ്മമാരും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. അപ്പം എൻ്റെ കുട്ടികളൊന്ന് പറക്കമുറ്റാനായിട്ട്, അവരുടെ സ്വന്തം കാര്യം നോക്കാനായിട്ട് എന്നെ അങ്ങ് വിളിച്ചാലും കുഴപ്പമില്ലായിരുന്നു എന്ന് പല അമ്മമാരും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ഷീ ജസ്റ്റ് wanted to contribute her life for the children എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആൻഡ് ഷീ വാണ്ട്സ് ടു പ്രൊട്ടക്ട് them till they become mature enough to care for themselves. അപ്പോൾ അതുവരെ കുട്ടികളൊന്ന് വലുതായി അവരുടെ സ്വന്തം കാര്യം നോക്കാനാവുന്നിടം വരെ she really wanted to protect them. And now altogether the poem portrays a woman as a symbol of undying love and sacrifice. അപ്പോൾ ആ ഒരു പോയത്തിന്റെ എൻറ്റയർ തീം എന്ന് പറയുന്നത് women stands as a symbol for love. ഒരിക്കലും എൻഡ് ചെയ്യാത്ത unending love and sacrifice. എപ്പോഴും തൻ്റെതായ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്ത് അമ്മമാരെപ്പോഴും അവരുടെ കാര്യങ്ങളെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ കാര്യം നടന്നില്ലേലും പോട്ടെ, എൻ്റെ കുട്ടികളുടെ കാര്യം നടക്കട്ടെ എന്നുള്ളൊരു ഇതിലാണ് അവർ മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പോൾ ദാറ്റ് അൺഎൻഡിങ് ലവ് ആൻഡ് സാക്രിഫൈസ് ആൻഡ് ദ മേജർ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ പോയം ഈസ് മെറ്റഫർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഇറ്റ് ഈസ് എ മെറ്റഫർ. ഒരു ഓൾ ടുഗെദർ നമ്മൾ കണ്ടുപോകുന്നത് ഒരു മെറ്റഫറിലൂടെയാണ് ഒരു വിമൻ എന്തൊക്കെ റോൾസ് ആണ് ഈ പറഞ്ഞ ഒരു ഫാമിലിയിൽ പോർട്രേ ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുന്നത്. ഓക്കെ, so that's it. ഇനി നമുക്ക് we have one story that is Matchbox. ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെയിം കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു സെയിം തീമിൽ വരുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെയാണ് what all problems are faced by women in his family, ആ ഒരു കാര്യം തന്നെയാണ് ഇതിൽ കാണുന്നത്. ആൻഡ് how is she reacting to that
Okay, and the story Matchbox is a very short story and it is written by Asha Purna Devi. Okay, Asha Purna Deviയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് മാച്ച്ബോക്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ മാച്ച്ബോക്സ്? അത് കാണുമ്പം വളരെ ചെറുതായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒട്ടും ഡേഞ്ചറസ് ആയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ തീപ്പെട്ടി കാണുമ്പോൾ തോന്നില്ല. ഇറ്റ് ഇസ് വെരി സ്മോൾ ഓൾസോ. പക്ഷേ വെൻ ഇറ്റ് ഇസ് എന്താണ് അതിനെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ, വെൻ ഇറ്റ് ഇസ് ഇഗ്നൈറ്റഡ് ഇറ്റ് ക്യാൻ കോസ് ഗ്രേറ്റ് ഡേഞ്ചർ. അതിനെ നമ്മൾ കത്തിച്ച് ഉരച്ച് പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി കോസ് ഗ്രേറ്റ് ഡേഞ്ചേഴ്സ്. ഭയങ്കര അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഒരു ചെറിയ തീപ്പെട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെയും ആശാപൂർണ ദേവി ഇവർ ഒരു കഥ നമ്മുടെ അടുത്ത് പറയാണ് ഇൻ ഓർഡർ ടു മേക്ക് അസ് എവിഡന്റ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ബോധം തരാൻ വേണ്ടിയിട്ട് വാട്ട് ഓൾ പ്രോബ്ലംസ് ആർ വിമൻ ഫേസിങ് ഇൻ എ ഫാമിലി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ സ്റ്റോറി ഓഫ് എ ബംഗാളി ജോയിന്റ് ഫാമിലി. ഒരു ബംഗാളി ജോയിന്റ് ഫാമിലിയാണ്. ആൻഡ് അവിടെ നമുക്ക് വി ആർ ഹാവിങ് എ ക്യാരക്ടർ നെയിംഡ് നോമിത. അപ്പോൾ അവള് ഷീ ബിലോങ്സ് ടു എ വെരി പുവർ ഫാമിലി. ബംഗാളിൽ തന്നെയുള്ള ഒരു വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിൽ വളർന്ന ഒരു കുട്ടിയാണ്. ആൻഡ് നൗ ഷീ ഈസ് മാരിഡ് ഓഫ് ടു എ വെരി റിച്ച് എഫ്ലുവൻറ്റ് ഫാമിലി. നല്ല പൈസയുള്ള ഒരു വീട്ടിലേക്കാണ് അവളെ പറഞ്ഞയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവളുടെ അച്ഛനൊക്കെ നേരത്തെ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് നോമിതയുടെ ഹസ്ബൻഡിന്റെ പേരാണ് അജിത്. ആൻഡ് ഹീ ഈസ് വെരി ഡൗട്ട്ഫുൾ ഓഫ് ഹെർ. ഇവളെ എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അജിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഒരിക്കലും ഇവർ തമ്മിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. ആൻഡ് പിന്നെ ഒരു കാര്യം നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ നോമിതയുടെ അമ്മ ഷീ ഈസ് നോട്ട് ഹാവിങ്, അവർ ഓൾറെഡി റിച്ച് ഒന്നും അല്ല എന്ന് പറഞ്ഞു. ആൻഡ് ദേ സംഹൗ മാനേജ് ടു സെൻഡ് ഹെർ ടു എ വെരി റിച്ച് ഫാമിലി. പക്ഷെ ഇപ്പോഴും അവർ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവളുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവളെ കുറച്ച് പൈസ അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് ഷിൽ ബി സെൻഡിങ് ലെറ്റേഴ്സ്. അപ്പോൾ മോക്ക് അങ്ങനെ ലെറ്റേഴ്സൊക്കെ അയക്കാറുണ്ടായിരുന്നു. ബട്ട് ഫൈനലി ഇവക്ക് മടുത്തു. അതായത് ഇത്രയധികം ലെറ്റേഴ്സും അല്ലെങ്കിൽ ഇത്രയധികം പൈസ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് വരുന്നത് ഇവളുടെ ഹസ്ബൻഡിന് തീരെ പിടിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീ ഈസ് നൗ ടയേർഡ് ഓഫ് ഓൾ ദീസ് തിങ്സ്. ആൻഡ് നൗ ഇവള് അമ്മേനോട് പറയാൻ തീരുമാനിക്കുകയാണ്. ബിക്കോസ് എനിക്ക് ഇനി പൈസ അയച്ചു തരാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ അവൾ എത്തുകയാണ്. ആൻഡ് ഒരു ദിവസം ഷീ വാസ് ക്ലീനിങ്, അവളുടെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴേക്കും ഷീ ഫൈൻഡ്സ് എ സ്ക്രംബിൾഡ് പേപ്പർ ഫ്രം ഹിസ് പോക്കറ്റ്. അപ്പോൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ചുരുട്ടിക്കൂട്ടിയ ഒരു കടലാസ് അവൾക്ക് കിട്ടുകയാണ്. ആ കടലാസ് അവൾ തുറന്നു നോക്കുമ്പോഴേക്കും ഷീ ഫൈൻഡ്സ് ഇറ്റ് ആസ് എ ലെറ്റർ ദാറ്റ് വാസ് സെൻഡ് ടു ഹെർ. അവൾക്ക് വന്നിട്ടുള്ള ഒരു ലെറ്റർ ആണ് ആ ഒരു പോക്കറ്റിൽ ചുരുണ്ടുകൂടി കിടന്നിരുന്നത്. ആൻഡ് അപ്പോൾ അവൾക്ക് മനസ്സിലാവുകയാണ് തനിക്ക് വന്നിരിക്കുന്ന ഈ ഒരു ലെറ്റർ ഇവളുടെ ഈ ഭർത്താവ് അവൾക്ക് കൊടുക്കാതെ എടുത്ത് സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഹി ഓപ്പൺസ് ദ ലെറ്റേഴ്സ് ഇൻ നോമിതാസ് നെയിംസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് ലവ് ലെറ്റേഴ്സ്. അപ്പം ഇയാൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് ആരെങ്കിലും ലവ് ലെറ്റേഴ്സ് ഒക്കെ അയക്കുന്നുണ്ടോ? അപ്പോൾ ഇവളെ സംശയമായതുകൊണ്ട് ഇവളുടെ വരുന്ന ഏതൊരു ലെറ്ററും അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അജിത്ത് അവിടെ തുറന്ന് വായിച്ചു നോക്കും. ആ കുറേയൊക്കെ അവൾക്ക് കൊടുക്കാതെ ഇരിക്കും. ആൻഡ് ദീസ് ലെറ്റേഴ്സ് ആർ ഫ്രം ഹെർ വിഡോഡ് മദർ സീക്കിംഗ് ഫിനാൻഷ്യൽ ഹെൽപ്പ്. ശരിക്കും പറഞ്ഞാൽ they are not love letters. It was actually letters that were sent by her widowed mother. അച്ഛനില്ല, അപ്പോൾ ആ മദർ അയക്കുന്ന ഫിനാൻഷ്യൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് അയക്കുന്ന ലെറ്റേഴ്സ് ആയിരുന്നു ഇതെല്ലാം. പുറത്തുനിന്ന് നോക്കുമ്പോഴേക്കും ഈ അമ്മയ്ക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് നോക്കുന്ന എല്ലാവർക്കും തോന്നുന്നത് എന്താ, ഇവള് അതായത് നോമിത വളരെ ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര റിച്ച് മാനെയാണ് കിട്ടിയത്, അപ്പം നല്ല സുഖമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് എന്നുള്ളതാണ് പുറത്തുനിന്ന് നോക്കുന്ന എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ റിയാലിറ്റി ഷീ ഈസ് സഫറിങ്. ഷീ ഈസ് എൻറ്ററിങ് ഇൻസൈഡ് ദിസ് ഫാമിലി വെരി സൈലന്റ്ലി. ആൻഡ് നൗ ഫൈനലി ഇവൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല, ഈ അജിത്തിന്റെ ഇൻസൾട്ട്സ് ഒന്നും തീരെ സഹിക്കാൻ പറ്റുന്നില്ല. നോമിത quarrels with him. അപ്പോൾ ഇയാൾ വരുമ്പോഴേക്കും ഷീ ഈസ് ആസ്കിങ് അബൌട്ട് ദിസ് കേസ് ഓഫ് ലെറ്റർ. ഈ ലെറ്റർ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ആൻ ആർഗ്യുമെന്റ്. ആ ഒരു ആർഗ്യുമെന്റിന് ശേഷം ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് ജസ്റ്റ് സേയിങ് ദാറ്റ് എനിക്ക് നിന്നെ സംശയം. ആദ്യമൊക്കെ ഇയാൾ പറയുന്നുണ്ട് അത് ഞാൻ മറന്നുപോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫൈനലി അയാൾ പറയുന്നുണ്ട് എനിക്ക് നിന്നെ സംശയമാണ്, നിനക്ക് വരുന്ന ലവ് ലെറ്റേഴ്സ് ആണോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇതിനെ എടുത്തു വെച്ചത്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ് അയാൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നോമിത ഷീ വാസ് വെരി ആംഗ്രി. ആൻഡ് വാട്ട് ഡിഡ് ഷി ഡു? എന്താ അവൾ ചെയ്തത്? She lights a matchstick and touches it to the ankle of a saree. അപ്പോൾ അവൾ വേഗം അവളുടെ കയ്യിലിടുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു മാച്ച് ബോക്സ് എടുത്തിട്ട് വേഗം അവളുടെ സാരിയുടെ ആങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുമ്പുണ്ടാവുമല്ലോ, സാരിയുടെ തുമ്പിലേക്ക് കൊളുത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇത് കണ്ടപ്പോഴേക്കും അജിത് വാസ് വെരി അഫ്രൈഡ് ആൻഡ് ഹി ഇമ്മീഡിയറ്റ്ലി ജംപ്സ് ടു ഹെർ സൈഡ് ആൻഡ് പുട്ട്സ് ഔട്ട് ദി ഫയർ. അപ്പോൾ പെട്ടെന്ന് തന്നെ അജിത്ത് ഇത് കാണുമ്പോഴേക്കും
ഹി വാസ് എഫ്രൈഡ്. എന്നിട്ട് വേഗം പോയി ആ തീയൊക്കെ കെടുത്താണ് ചെയ്യുന്നത്. അപ്പോഴേക്കും പുറത്തുനിന്നൊരു കുട്ടി വന്നിട്ട് ആൻഡ് ഷീ ഈസ് സേയിങ് ദാറ്റ് ഇവർക്ക് അലക്കാനുള്ള വാഷർമാൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഈ തുണികളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് തൊട്ടടുത്തുള്ള അവളുടെ നീസ് വന്ന് ഇവളുടെ അടുത്ത് പറയുമ്പോൾ ഷീ ഈസ് ജസ്റ്റ് ഗെറ്റിംഗ് ബാക്ക്. അപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഷീ ഈസ് ജസ്റ്റ് ഗോയിങ് വിത്ത് ഹെർ വിത്ത് ദി ക്ലോത്ത്സ്. വേഗം ക്ലോത്ത്സ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് വാഷർമാന് കഴുകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫ്രം ദിസ് സ്റ്റോറി നമ്മുടെ അടുത്ത് ആശാപൂർണ ദേവി ഷീ ഈസ് ട്രൈങ് ടു സേ ദാറ്റ് വിമൻ അവൾ എന്തൊക്കെ വീട്ടിൽ സഹിച്ചു കഴിഞ്ഞാലും ഷീ ഈസ് നോട്ട് റെസ്പോണ്ടിങ് ടു എനിത്തിങ്. ഈ പറഞ്ഞ മാതിരി ഒരു ചെറിയ റെസ്പോണ്ടിങ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി പുറത്തുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു ഔട്ടർ വേൾഡ് ഒട്ടും തന്നെ അറിയുന്നില്ല. അപ്പം ഇവളുടെ ഹസ്ബൻഡ് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, അത് പുറത്തോട്ട് അറിയിക്കാൻ ഷീ ഈസ് നോട്ട് റെഡി. ഇപ്പോഴും അവള് പുറത്തു പോയി കഴിഞ്ഞാൽ അവളുടെ ഹസ്ബൻഡിനെ പറ്റി നല്ലത് പറയുന്നു, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, ഹി ഈസ് എ വെരി ഗുഡ് മാൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെന്റാലിറ്റിയാണ് ഷീ ഈസ് സ്റ്റിൽ ടേക്കിംഗ്. സോ ദാറ്റ് ഈസ് എ പ്ലൈറ്റ് ഓഫ് വിമൻ ഇൻ ദിസ് ഏരിയ. അല്ലെങ്കിൽ ഈ ഒരു കാലത്തിലും വിമൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന വിമൻസും ഇപ്പോഴും ഉണ്ട് എന്നൊരു കോൺസെപ്റ്റിലേക്കാണ് നമ്മുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ സ്റ്റോറി ഈസ് ക്ലിയർ. ഇവിടെ നമുക്ക് നോക്കിയേ ആ ഒരു ടൈറ്റിലിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ദ ടൈറ്റിൽ ഇസ് ഹൈലി അപ്രോപ്രിയേറ്റ് ബിക്കോസ് നമിത ഹാസ് ഗോട്ട് ഇനഫ് ഗൺ പൗഡർ ടു ഡിസ്ട്രോയ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ഇൻക്ലൂഡിംഗ് അജിത്. അപ്പോൾ ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഹാവിംഗ് അതിന്റെ സൈഡ്സിൽ ഇനഫ് ഗൺ പൗഡർ, ആ ഒരു ഉറച്ചു കഴിഞ്ഞാൽ തീ കത്താനുള്ള ഗൺ പൗഡർ ഇറ്റ് ഇസ് ദർ. അപ്പം നോമിതയ്ക്ക് ഇഫ് ഷീ വാസ് ഹാവിംഗ് ദാറ്റ് കറേജ്, അതൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അജിത്തിനെയും അവന്റെ ഫാമിലിനെയും തന്നെ ഇല്ലാണ്ടാക്കാനുള്ള ആ ഒരു ഗൺ പൗഡർ, അതിനുള്ള ഒരു അവസരമൊക്കെ ഷീ വാസ് ഹാവിംഗ് ദർ. പക്ഷേ മാച്ച് മീൻസ് മാരേജ് ആൻഡ് ബോക്സ് മീൻസ് എ ട്രാപ്പ്. അപ്പൊ ഇവിടെ മാച്ച് എന്ന് പറയുന്ന മാച്ച് ബോക്സിലെ മാച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഡിനോട്ട്സ് മാരേജ് ആൻഡ് ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ ട്രാപ്പ്. അപ്പം മാരേജ് ആസ് എ ട്രാപ്പ് എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. ഹർ മാരേജ് പ്രൂവ് ടു ബി എ റിയൽ ട്രാപ്പ് ആസ് ഹി ലോസ് ഓഫ് ഫ്രീഡം, പീസ് ഓഫ് മൈൻഡ് ആൻഡ് ജോയ് എക്സെട്ര. ഓക്കെ, അപ്പൊ ഈ മാരേജ് അജിത്തിനെ മാരേജ് ചെയ്തതോടെ ഷീ ഹാസ് ലോസ്റ്റ് ഫ്രീഡം, അതുപോലെ തന്നെ അവളുടെ സമാധാനവും പോയി, അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിലുള്ള സകല ഹാപ്പിനെസ്സും ജോയും ഒക്കെ അവൾക്ക് നഷ്ടപ്പെടാണ്. സോ ഹിയർ മാരേജ് ഇസ് റിയലി എ ട്രാപ്പ് ഫോർ ഹർ. ഓക്കെ, സോ ഇസ് ദിസ് ക്ലിയർ? ഇതും ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് വി ആർ ഹാവിങ് ദി നെക്സ്റ്റ് ചാപ്റ്റർ. ഇതിൽ നമുക്ക് ഹൊരഗല്ലു ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഹൊരഗല്ലു എന്ന് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ഫ്രം ദിസ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഹൊരഗല്ലു ഇറ്റ് ഇസ് എൻ എനക്ടോട്ട്, അതായത് ഒരു സൂചിത കഥയാണ്. സുധാമൂർത്തിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സുധാമൂർത്തിയുടെ ഒരു സൂചിത കഥ. ഇറ്റ് ഇസ് ഓൾസോ റിഗാർഡിംഗ് ദിസ് പോയിന്റ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി വിമൻ എംപവർമെന്റിനെ ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഹൊരഗല്ലു എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം ദി ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് ഡിസ്കവറിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ. ഈ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്നുള്ള ഒരു കുട്ടി സ്റ്റോറിയാണ്, അല്ലെങ്കിൽ അനക്ഡോട്ടാണ് ഹൊരഗല്ലു എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നൗ ഇവിടെ നമ്മുടെ സുധാമൂർത്തി അവരുടെ സമ്മർ ഹോളിഡേയ്സിൽ ഷീ യൂസ് ടു സ്പെൻഡ് ഹെർ ടൈം ഇൻ എ വെരി സ്മോൾ വില്ലേജ്. അവരുടെ വില്ലേജിൽ സമയം ചെലവഴിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു വില്ലേജിൽ ദർ വാസ് എ ഹ്യൂജ് ബനിയൻ ട്രീ. ആ ഒരു വലിയ ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. ആൻഡ് ദറ്റ് ബനിയൻ ട്രീ പ്രൊവൈഡഡ് ഷെൽട്ടർ ഫോർ അവിടെയുള്ള ചെറിയ ചെറിയ ആനിമൽസിനും ബേർഡ്സിനും. അതുപോലെ തന്നെ ആ നാട്ടിലുള്ള അവിടെ യാത്ര ചെയ്ത് പോകുന്ന ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്രയമായിരുന്നു ആ ബനിയൻ ട്രീ. അപ്പം ആ ഒരു ബനിയൻ ട്രീന്റെ ചുവട്ടിൽ നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം യാത്ര ചെയ്ത് പോകുന്നവർക്കൊന്ന് ക്ഷീണിക്കുന്ന സമയത്തൊന്ന് വിശ്രമിക്കാനൊക്കെ ഒരു നല്ലൊരു ഏരിയ ആയിരുന്നു ആ ഒരു ബനിയൻ ട്രീയുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് for providing comfort to the passerby, there was a horogallu under the banyan tree. അപ്പോൾ ആ ഒരു പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു ആശ്രയം, ഒന്ന് വിശ്രമിക്കാനൊക്കെയുള്ള ഒരു ഹൊരഗല്ലു വാസ് ഓൾസോ ദർ. ആൻഡ് ഹൊരഗല്ലു എന്ന് പറയുന്നത് എന്താ ഇവിടെ മീൻ ചെയ്യുന്നത്? എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ്. അപ്പം നല്ലോണം വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോൺ എന്നാണ് ഹൊരഗല്ലുവിന്റെ മീനിങ്. സോ ഈ ബനിയൻ ട്രീയുടെ ചുറ്റും ഒരു തറ പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഹൊരഗല്ലു വാസ് ദർ ഇൻ ഓർഡർ ടു കംഫർട്ട് ദി പാസർബൈസ്. അപ്പോൾ ഈ ഹൊരഗല്ലു ഇറ്റ് ആക്ടഡ് ആസ് എ ബെഞ്ച് ഫോർ ദി ട്രാവലേഴ്സ് ടു സിറ്റ്. അവർ യാത്ര ചെയ്ത് പോകുമ്പോൾ അവർക്ക് ഇടയ്ക്കൊന്ന് ഇരിക്കാൻ തോന്നണം, അല്ലെങ്കിൽ ക്ഷീണിച്ചു എന്ന് തോന്നുമ്പോഴേക്കും ദെൽ ബി സിറ്റിംഗ് ഡൗൺ, ദെൽ ബി ടോക്കിംഗ് വിത്ത് ദി ഫെലോമെൻ. അപ്പം നാട്ടിൽ നടക്കുന്ന ന്യൂസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ അവരവിടെ വന്ന് ഇരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഹൊരഗല്ലുയുടെ ഫീച്ചർ അതാണ്. ആൻഡ് നൗ ഹൊരഗല്ലു എന്ന് പറയുമ്പോഴേക്കും തന്നെ നമ്മുടെ സുധാമൂർത്തിക്ക് അവർക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് ഓർമ്മ വരുന്നത് ഇറ്റ് ഇസ് ഹർ ഗ്രാൻഡ് ഫാദർ. അപ്പം ഇവരുടെ ഗ്രാൻഡ് ഫാദർ ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ.
ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആയിരുന്നു നമ്മുടെ ഇവരുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് എ പേഴ്സൺ, വളരെ കാമായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ആൻഡ് ഹി യൂസ് ടു ഹിയർ ദി കോൺവെർസേഷൻസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് തൻ്റെ അടുത്ത് വന്ന് പറയുന്നു, എന്ത് വേണമെങ്കിലും കേട്ടോണ്ടിരിക്കാൻ പറ്റിയ ഒരാളായിരുന്നു നമ്മുടെ ഗ്രാൻഡ് ഫാദർ. അപ്പൊ മറ്റൊരാൾ അവരുടെ എന്തൊക്കെ വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ he will listen to all their burdens. അവരെന്ത് പറയുന്നു, അവരുടെ വിഷമങ്ങളും പരാതികളും ഒക്കെ he will be listening without any complaints. Okay, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഷീ ഈസ് നൗ കമ്പയറിംഗ് ഹർ ഗ്രാൻഡ് ഫാദർ ടു എ ഹൊറഗൽ. ഒരു ഹൊറഗല്ലുമായിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ കൺസിഡർ ചെയ്യാണ്, അല്ലെങ്കിൽ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ്. ആൻഡ് ആ നാട്ടിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചിരുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ജി എന്നായിരുന്നു. ഓക്കെ, ഒന്നാമത് ടീച്ചറാണ്. ആൻഡ് ഹി ഈസ് നൗ ലിസണിംഗ് ടു ദി പ്രോബ്ലംസ് ഓഫ് ഓൾ ദീസ് പീപ്പിൾ. ഇനി grandfather, they got a relief and refreshment, and with a happy and contented face the villagers continued their journey with their burdens. അപ്പം whenever നമ്മളിപ്പം നമ്മുടെ ദുഃഖങ്ങളൊക്കെ ആരുടെ അടുത്തേലും പറയുകയാണെങ്കിൽ അതിൽ കുറച്ചൊരു സമാധാനം കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വരുന്ന ആൾക്കാരൊക്കെ തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് പറഞ്ഞിട്ട് they will be going. അപ്പോൾ അവർക്ക് കുറച്ച് സമാധാനം കിട്ടും. ഓക്കെ, അപ്പോൾ അവരുടെ ജേർണി അവർ കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സുധാമൂർത്തി, when she was actually a small child, അപ്പോൾ അവൾ ആലോചിക്കുകയായിരുന്നു, why is he hearing all the burdens? ഈ മറ്റുള്ളവരുടെ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ എന്തിനാണ്? why is his grandfather hearing? ഇയാൾക്ക് എന്താണ്, ഈ മുത്തച്ഛൻ എന്തിന്റെ കേടാണ് എല്ലാവരുടെയും ദുഃഖങ്ങളൊക്കെ എന്തിനാ കേട്ടോണ്ടിരിക്കുന്നത്? why is he taking up the challenge to hear all the burdens of others also? മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും എന്തിനാണ് കേട്ടോണ്ടിരിക്കുന്നത്? ആൻഡ് ദെൻ ഗ്രാൻഡ് ഫാദറിന്റെ റിപ്ലൈ വാസ് ലൈക്ക് ദിസ്: നമ്മൾ എപ്പോഴാണോ മറ്റുള്ളവരുടെ ദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത്, their problems will definitely get reduced. അവർക്കൊരു സമാധാനം കിട്ടും. ആൻഡ് they will definitely regain that strength. അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രെങ്ത് they will definitely regain. ഇനി അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ narrator she met with a friend. അവർക്ക് ഒരു കൊളീഗ് വന്നു. കുറേ കാലത്തിന് ശേഷം വലുതായി, നമ്മുടെ കുട്ടി വലുതായി. അപ്പോൾ അവൾക്ക് പുതിയൊരു കൊളീഗ് വന്നു. ആൻഡ് her name was രത്ന. ഈ രത്നയും നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ പോലെ തന്നെയായിരുന്നു. ആരൊക്കെ തൻ്റെ അടുത്ത് വന്ന് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അവരെയൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കും. ഷി വാസ് ഓൾസോ എ വെരി ഗുഡ് ലിസണർ ലൈക്ക് ഗ്രാൻഡ് ഫാദർ. അപ്പൊ ഗ്രാൻഡ് ഫാദറിനെ പോലെ തന്നെ ഒരു നല്ലൊരു ഹൊറഗല്ലു ആയിരുന്നു നമ്മുടെ ഈ രത്ന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവള് ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാം ദുഃഖങ്ങൾ കേട്ടോണ്ടിരിക്കും. ആൻഡ് ഫൈനലി ഇവർക്ക് വേണ്ട ഒരു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇവരെയൊക്കെ സമാധാനിപ്പിച്ച് ഷീൽ ജസ്റ്റ് ലെറ്റ് ദം ഗോ. ആൻഡ് ഡ്യൂറിങ് ലഞ്ച് അവർ, ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രത്ന ഷി വാസ് ആക്ച്വലി ലിസണിങ് ടു ദി പ്രോബ്ലംസ് ഓഫ് അതർ പേഴ്സൺസ്. അപ്പൊ ഒരു ദിവസം നമ്മുടെ നറേറ്റർ ചെന്നിട്ട് ഷി ആസ്ക്ഡ് ടു രത്ന how she could solve the problems of others. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ, നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തിലാണല്ലോ തിരിച്ചു പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ അവർക്ക് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്? അപ്പം നമ്മുടെ രത്ന ഈസ് സേയിങ് ലൈക്ക്, ശരിക്കും ഐ എം നോട്ട് സോൾവിങ് ദി പ്രോബ്ലംസ് ഓഫ് ഓൾ ദീസ് പീപ്പിൾ. ഞാൻ ആരുടെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ദാറ്റ് ഐ എം ഹിയറിംഗ് വെരി കാംലി. ഞാൻ അവർ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യുമ്പം ദേ ആർ ഗെറ്റിംഗ് എ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അവർക്ക് എന്തോ ഒരു സമാധാനം കിട്ടുകയാണ്. അതുവഴിയാണ് they are getting some kind of solace. അവർക്ക് ഒരു സമാധാനം, ഒരു പീസ് ഓഫ് മൈൻഡ് അങ്ങനെ കിട്ടുന്നതാണ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡിലൊന്നും അല്ല അവര് എന്ത് ചെയ്യുന്നത്, അവരുടെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് പോകുന്നത്. അപ്പൊ ഞാൻ അവരെൻ്റെ അടുത്ത് എന്ത് വന്ന് പറഞ്ഞാലും ഐ വുഡ് ബി ജഡ്ജിങ് ദം ഓൺ ദി ബേസിസ് ഓഫ് ദാറ്റ്. അപ്പൊ അവർ പറയുന്നത് വെച്ചിട്ട് ഞാൻ ഒരിക്കലും അവരെ അളക്കാൻ നിൽക്കില്ല. ഐ ജസ്റ്റ് ഹിയർ ദം ഔട്ട്. അപ്പം അങ്ങനെ കേൾക്കുമ്പോഴേക്കും തന്നെ they will be having a kind of പീസ് ഓഫ് മൈൻഡ്. ആൻഡ് നൗ അങ്ങനെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ നറേറ്റർ അവളുടെ അടുത്ത് വീണ്ടും ചോദിക്കുകയാണ്, whether Ratna broke these people's trust by sharing there with the others. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഈ പറഞ്ഞ ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും, ഇവിടെ കേട്ടത് അപ്പുറത്തെ ഒന്ന് ഓടിച്ചെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഒരിടത്ത് കേട്ട ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന പറഞ്ഞ പ്രോബ്ലം മറ്റൊരാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ആൻഡ് നൗ രത്ന ഈസ് സേയിങ് ലൈക്ക്, ഞാൻ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം അതാണ്. ബിക്കോസ് ഒരാൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം വന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ കോൺഫിഡൻസ് ഇൻ യു. നിങ്ങളിലുള്ള ഒരു വിശ്വാസം കാരണം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ ട്രസ്റ്റ് ഇൻ യു. നിങ്ങളെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് വിശ്വസിച്ച് വന്നൊരു കാര്യം പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും I haven't done such a thing. And now ഗ്രാൻഡ് ഫാദറും നമ്മുടെ രത്നയും നമ്മുടെ നറേറ്ററെ സംബന്ധിച്ചിടത്തോളം they are horrigalos. They are doing a very good selfless help and social service. മറ്റുള്ളവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബട്ട് അവരെന്താ ചെയ്യുന്നത്? ഇവരിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും they are not expecting any kind of appreciation. മറ്റൊരാൾ നല്ലത് പറയണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല they are just doing this.
പക്ഷേ അവർ എന്തിനാ ഇത് ചെയ്യുന്നത്? when they become human horrigaloos, അപ്പോൾ അവർ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ സന്തോഷം സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും they become human horrigaloos and they achieve some kind of joy. അങ്ങനെ അവർ മറ്റുള്ളവർക്ക് ഒരു സമാധാനം കിട്ടുമ്പോൾ they are also getting some kind of joy. അപ്പോൾ ഇവിടെ the horrigaloo symbolically mean an active listener. horrigaloo എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് an active listener, someone who listens to the burdens of others and the worries others with sympathy, patience and without any judgment. horrigaloos എന്ന് പറയുന്നതാണ്. and this active listener should be positive person who must have a positive outlook of life. അപ്പോൾ ഈ horrigaloo എന്ന് പറയുന്ന ആ ഒരു റോളിൽ ഇരിക്കുന്ന ആള് he should be very positive, he should have a positive mind about life. അപ്പോൾ ലൈഫിനെ പറ്റി അത്രയും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഒരു നല്ല horrigaloo ആവാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. so whenever they are sharing these burdens of others with them, they are becoming good horrigaloos. okay, so that is all about the chapter horrigaloo. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഈസ് ഓവർ. നൗ വി ആർ ഗോയിങ് ഫോർ ദി സെക്കൻഡ് യൂണിറ്റ്. ഫൈൻ. അപ്പം നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇവിടെ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് ഡീൽസ് വിത്ത് ക്വാളിറ്റീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് നെസസറി ഫോർ മെയിൻറ്റെയിനിങ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. അപ്പം നമ്മൾ മനുഷ്യരുടെ ഇടയിലുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മെൻഡിങ് വാൾ. മെൻഡിങ് wall. Our mending wall in the panel, it is written by, it's a poem written by Robert Frost, and this is a stone wall. That is പറയുന്നത് ഒരു സ്റ്റോൺ വാളിനെ പറ്റിയിട്ടാണ്. ഒരു മതില്, ഒരു സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു മതില്. and that separate Frost's apple orchard from his neighbors പൈൻ ട്രീസ്. അപ്പോൾ ഒരു മതിൽ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രോസ്റ്റിന്റെ ആപ്പിൾ ട്രീസും അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് അയാളുടെ തൊട്ട് അയൽവക്കത്തുള്ള ആളുടെ പൈൻ ട്രീസുമാണ്. ആൻഡ് ദേ ഹാവ് ക്രിയേറ്റഡ് എ വാൾ ദർ. അപ്പോൾ ആ വാൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈച്ച് ഇയർ ദേ ഫൈൻഡ് ദ വാൾ ബീങ് പുൾ ഡൗൺ. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഈ മതിൽ ഇടിഞ്ഞു വീടുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. ഇൻ സ്പ്രിംഗ് ദേ ടു റിപ്പയർ ദി സ്റ്റോൺ. അപ്പോൾ എല്ലാ സ്പ്രിംഗ് സീസണിലും ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നശിച്ചു പോയ അല്ലെങ്കിൽ ഇടിഞ്ഞു പോയ ഈ മതിൽ വീണ്ടും ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് നൗ ദ പോയിന്റ് ഹാസ് എ മോഡേൺ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ദി ലവ്. അപ്പോൾ നമ്മുടെ ലൈഫ്, അപ്പോൾ നമ്മുടെ പോയിന്റ്, നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിന് നൗ ഹി ഈസ് ഹാവിംഗ് എ മോഡേൺ ഔട്ട്ലുക്ക് ടുവേർഡ്സ് വാട്ട് ലൈഫിനോട് ഇപ്പം വളരെ മോഡേൺ ഔട്ട്ലുക്ക് ആണ്. ആൻഡ് ഹി ഈസ് സേയിങ് ലൈക്ക് ഇനി നമുക്ക് ഈ ഒരു മതിലിന്റെ ആവശ്യമൊന്നുമില്ല. വി ആർ ജസ്റ്റ് നൈബേഴ്സ്. നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുള്ള ജോലി അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ വല്ല കാറ്റൽസോ പശുവോ ആടോ ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കൃഷി നശിപ്പിക്കാൻ. സോ വൈ ഡു വി ഹാവ് ടു മേക്ക് ദീസ് വാൾസ്? ഈ വാൾസ് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വി ക്യാൻ ജസ്റ്റ് ഗോ ഓൺ ലൈക്ക് ദിസ് എന്ന് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് പറയാണ്. ബട്ട് ദ നെയ്ബർ ഇസ് എ ട്രഡീഷണലിസ്റ്റ് ഹു ഇസ് അഡമന്റ് ഓൺ സ്റ്റിക്കിംഗ് ഓൺ ടു ദി പ്രിൻസിപ്പിൾസ് വിച്ച് ഹിസ് ഫോർഫാദേഴ്സ് ഹാഡ് ഹാൻഡഡ് ഓവർ ടു ഹിം. പക്ഷേ നമ്മുടെ നെയ്ബറിലുള്ള നമ്മുടെ അയൽവക്കക്കാരൻ എന്താ? ഷീ ഈസ് സ്റ്റിൽ എ ട്രഡീഷണൽ. അപ്പം പണ്ടത്തെ പരമ്പരാഗതമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ നെയ്ബർ ഇപ്പോഴും. അപ്പം അയാളുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം എങ്ങനെ പോകണം കാര്യങ്ങൾ എപ്പോഴും പണ്ടത്തെ പോലെ അയാളുടെ പണ്ടുള്ള തൻ്റെ അച്ഛനും അതിന് മേലെയുള്ള ആൾക്കാരൊക്കെ ചെയ്തിരുന്ന ആ ഒരു ഫോമാറ്റ് അവരുണ്ടായിരുന്ന ടൈം തൊട്ട് ഉള്ളതാണ് ഈ പറഞ്ഞ മതിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മാറ്റത്തിനും റെഡിയല്ല. ഐ ഡോണ്ട് വോണ്ട് എനി ചേഞ്ച്. ഞാൻ അതുപോലെ തന്നെ പോയിക്കോളാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മുടെ നെയ്ബർ ഇപ്പോഴും ഉള്ളത്. ഓക്കെ, ആൻഡ് നൗ ദ നെയ്ബർ ഈസ് ഓൾവേസ് സെയിങ് ലൈക്ക് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അപ്പോൾ അയാളുടെ ഒരു ഐഡിയ പ്രകാരം എപ്പോഴും നല്ല അയൽവക്കക്കാരൻ ഉണ്ടാവണമെങ്കിൽ നല്ല വേലികൾ, അതിനിടയ്ക്ക് നല്ല മതിലുകൾ ഉണ്ടാവണം. എന്നാൽ മാത്രമേ വി ആർ മേക്കിംഗ് ഗുഡ് ആരുണ്ടാക്കുന്നുള്ളൂ ഗുഡ് നെയ്ബേഴ്സ്. ഓക്കെ, ആൻഡ് നൗ ദ വാൾ റെപ്രസെന്റ്സ് ദി അൺഹെൽത്തി man-made barriers in society such as caste, creed, language, politics and religion. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഫെൻസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഇപ്പോഴും നിൽക്കുന്ന, സൊസൈറ്റീനെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്യാൻ സഫിസ്റ്റിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കാതെ സൊസൈറ്റിയിൽ നിൽക്കുന്ന പ്രോബ്ലംസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അതിന് ഏതൊക്കെ വരാം? ഒന്ന് കാസ്റ്റ്. ഇപ്പോഴും കാസ്റ്റിന്റെ പേരിൽ വി ആർ ഹാവിംഗ് ഡിസ്ക്രിമിനേഷൻസ് ഇൻ അവർ സൊസൈറ്റി. അതുപോലെ തന്നെ ക്രീഡ്, നമ്മുടെ വർഗം, നമ്മുടെ വർഗത്തിന്റെ പേരിൽ. അതുപോലെ തന്നെ റിലിജിയൻ, ഒരാളുടെ മതത്തിന്റെ പേരിൽ ദർ ആർ ലോട്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ സ്റ്റിൽ ഗോയിങ് ഓൺ. അതുപോലെ തന്നെ എന്താണ് ക്രീഡ്, ലാംഗ്വേജ്, പൊളിറ്റിക്സ്, അതുപോലെ കാസ്റ്റ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് എ വെരി
വെരി സാഡ് ട്രൂത്ത് ദാറ്റ് വി ആർ ഫേസിങ് നൗ ഓൾസോ. അപ്പോൾ ഇതൊക്കെ മാറണം, അതിനെയാണ് നമ്മുടെ ഈ മെൻഡിങ് വാൾ സൂചിപ്പിക്കുന്നത്. ആൻഡ് ദ നേച്ചർ ഇറ്റ് സെൽഫ് ഇസ് മെയിൻറ്റെയിനിങ് എ വാൾ. അപ്പം നേച്ചറും ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു വാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി ആക്ഷൻസ് ഓഫ് ഹ്യൂമൻസ്. അപ്പം ഇവിടെ വി ഹാവ് സം സിംബൽസ്. എന്താണ് സിംബൽസ്? നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന സിംബൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് ദി വാൾസ്. വാൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബൗണ്ടറീസ് ദാറ്റ് വി കീപ് ഇൻ അവർ സൊസൈറ്റി. അത് എന്തിന്റെ പേരിൽ വേണമെങ്കിലും ആവാം. ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ കാസ്റ്റിന്റെ പേരിലുള്ള ബൗണ്ടറീസ് ആവാം, അതല്ലെങ്കിൽ ജെൻഡറിന്റെ പേരിൽ ആണോ പെണ്ണോ എന്നുള്ള വേർതിരിവ് ആവാം. ഇനി അതുമല്ലെങ്കിൽ ക്യാഷ് ഉണ്ട് ഇല്ല എക്കണോമിക് ബേസിസിലാവാം, അതുമല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബേസിസിലൊക്കെ ആവാം. ഓക്കെ, ആൻഡ് നൗ മെറ്റഫർ ബോൾഡേഴ്സ് ആണ്, അതായത് വാൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ സിമിലി ദ നെയ്ബർഹുഡ് like an old savage amid. Okay, അപ്പോൾ ആ നെയ്ബർഹുഡിൽ നെയ്ബർ ഹി ഈസ് ലൈക്ക് എ ട്രഡീഷണലിസ്റ്റ്, പണ്ടത്തെ കാര്യങ്ങളിൽ തന്നെ ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിട്ട്. ആൻഡ് നൗ ഇമേജറി ഹണ്ടേഴ്സ് ട്രെസ്പാസ് വിത്ത് ദെയർ ബാക്കിംഗ് ഡോഗ്സ്. അപ്പം ആ ഒരു ഹണ്ടേഴ്സ് എപ്പോഴും ഈ ബാക്കിംഗ് ഡോഗ്സിനെ കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഈ വാൾസ് ഇടിഞ്ഞ് വീഴുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ഓൾ ദീസ് ആർ ദ സിംബൽസ്, മെറ്റഫേഴ്സ്, സിമിലീസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദിസ് particular poem. Okay, so that is all about the theme of the chapter Mending the Wall. Okay, now we have Amigo Brothers and this short story written by Perry Thomas. Okay, appo adinte oru we'll be having okay, appo this is a summary of that Amigo Brothers. ഇവിടെ നമുക്ക് we are having that short story written by Perry Thomas. അപ്പോൾ ഇവിടുത്തെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് ആണ്. അപ്പം who are 17 years old. രണ്ടുപേരും 17 years old ആണ്, 17 വയസ്സുള്ള ആൾക്കാരാണ്. ആൻഡ് നൗ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. ആൻഡ് they are also ലൈക്ക് ബ്രദേഴ്സ്, ഫ്രണ്ട്സ് ആണ്, പക്ഷെ എന്നാൽ അതുപോലെ തന്നെ ഒരു ബ്രദർലി ഫീലിങ്സ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുമാണ്. ഓക്കെ, ആൻഡ് നൗ അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട്സ് ആസ് വെൽ ആസ് ബ്രദേഴ്സ് ആ ഒരു രണ്ട് റിലേഷനും കീപ്പ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മുടെ ഓഥർ അവരെ അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ് പേര് വിളിക്കുന്നത്. ആൻഡ് നൗ അവർ രണ്ടുപേരും ദേ ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്, ജനിച്ചതും വളർന്നതും ഒക്കെ മാൻഹട്ടനിലെ ലോവർ ഈസ്റ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ജനിച്ച് വളർന്നതൊക്കെ ഒരേ സ്ഥലത്താണ്. ആൻഡ് ബോത്ത് വാണ്ടഡ് ടു ബിക്കം ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദി വേൾഡ്. രണ്ടുപേരുടെയും ഡ്രീംസും ഏതാണ്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ആൻഡ് അന്റോണിയോ എന്ന് പറയുന്നത് ഇസ് ഫെയർ ഇൻ കോംപ്ലക്ഷൻ. അപ്പോൾ അന്റോണിയോ വളരെ കുറച്ച് മെലിഞ്ഞിട്ട് അത്യാവശ്യം നല്ല കളറൊക്കെ ഉള്ള ഒരാളാണ്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഫെലിക്സ് ഈസ് എൻ ആഫ്രോ അമേരിക്കൻ ഹു ഇസ് ഷോർട്ട് ആൻഡ് സൈസ്, ഡാർക്ക് ഇൻ കോംപ്ലക്ഷൻ ആൻഡ് ഹാസ് എൻ ആഫ്രോ ഹെയർ സ്റ്റൈൽ. പക്ഷേ ഫെലിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കറുത്തിട്ട് ഒരു ആഫ്രോ അമേരിക്കൻ ഒക്കെയാണ്, അപ്പോൾ വളരെ കുറച്ച് കോംപ്ലക്ഷൻ ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ആൻഡ് സിൻസ് രണ്ടുപേരും വളരെ പാഷനേറ്റ് ആണ്, അവർക്ക് ചെയ്യേണ്ട ബോക്സിങ്ങിനെ പറ്റിയിട്ടൊക്കെ വളരെ പാഷനേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ടി നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ദേ ഓൾവേസ് ഗോ ആൻഡ് വർക്ക് ഔട്ട് അറ്റ് ബോയ്സ് ക്ലബ് ആൻഡ് ജിം. അവരവിടെ പോയിട്ട് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമായിരുന്നു. ആൻഡ് ബോത്ത് ഓഫ് ദം ഹാവ് ദി സിമിലർ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസിൻസ്. അതായത് ഫൈറ്റിനെ പറ്റി വരുന്ന മാഗസിൻ്റെ കളക്ഷൻസ് ഒക്കെ രണ്ടുപേരുടെ കയ്യിലും ഉണ്ടായിരുന്നു. ഓക്കെ, now രണ്ട് കൂട്ടരും ഫെലിക്സും അന്റോണിയും they are participating in the division finals which the winner will represent the boys club in the golden gloves championship. അപ്പോൾ രണ്ടുപേരും ഈ ഗോൾഡൻ ഗ്ലവ് ചാമ്പ്യൻഷിപ്പിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിന്നർക്ക് ഈ പറഞ്ഞ മാതിരി ഈ വലിയൊരു ടൂർണമെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. ആൻഡ് ആസ് എ ഫൈനൽ ഈസ് അപ്രോച്ചിങ് ദ ഡെവലപ്സ് എ വാൾ ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ഫെലിക്സ്. അപ്പോൾ രണ്ട് കൂട്ടരും ഒരേ ടൈറ്റിലിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ആ ഇടയ്ക്ക് രണ്ട് കൂട്ടരും തമ്മിൽ എന്താണ് ഇവർ തമ്മിലൊരു വാള്, ഒരു പ്രശ്നം, രണ്ടു കൂട്ടരും ഒന്നിനു വേണ്ടിയിട്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് അവരുടെ ഇടയിൽ ഒരു വാൾ ഉയർന്നു വരികയാണ്. ഓക്കെ, ആൻഡ് വൺ ഡേ ഫെലിക്സ് ടെൽസ് അന്റോണിയോ ദാറ്റ് ഹി വാസ് വറീഡ് അബൌട്ട് ദി ഫൈറ്റ്. അപ്പം ഒരു ദിവസം അന്റോണിയോ ഫെലിക്സിന്റെ അടുത്ത് പറയണം, ഈ ഫൈറ്റിനെ ഓർത്തിട്ട് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഈവൻ ഹി വാണ്ട്സ് ടു വിൻ ഫെയർ ആൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടർക്കും ജയിക്കണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. ആൻഡ് അന്റോണിയോ എന്താ പറയുന്നത്, they will be like professional boxers and we don't give importance to the friendship. അപ്പം അവർ പറയുന്നത് they are getting this decision. എന്താ പറയുന്നത്, നമ്മൾ ശരിക്കും നമ്മൾ നല്ല റിയൽ ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽ ആയിട്ട് കളിക്കണം. അതിനിടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പം വേറൊരു വശത്ത് ഫെലിക്സ് ഗോസ് ടു വാച്ച് എ മൂവി നെയിം ദ ചാമ്പ്യൻ ഫോർ ഗെറ്റിംഗ് റിലാക്സേഷൻ. അപ്പോൾ ഫെലിക്സിന് വളരെ ടെൻസ്ഡ് ആയിട്ട് ഹി ഈസ് ജസ്റ്റ് ഗോയിങ് ടു വാച്ച് എ മൂവി, ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ദിസ് മൂവി ഈസ് അബൌട്ട് ബോക്സിംഗ് മാച്ച് വിച്ച് ഡിസ്റ്റർബ്സ് ഫെലിക്സ്. അപ്പോൾ കാണാൻ പോയ മൂവി ആവട്ടെ അത് ഒരു ബോക്സിംഗ് മാച്ചിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഫെലിക്സിന് കൂടുതലായിട്ട് ഒരു ടെൻഷൻ ആവുക ചെയ്യുന്നത്. ഓക്കെ, ആൻഡ്
അപ്പോൾ അവന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കുമോ, അന്റോണിയോയുമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കുമോ എന്നുള്ള കാര്യത്തെയൊക്കെ ഓർത്ത് ഹീ ഈസ് നൗ ടെൻസ്ഡ്. അപ്പം ലൈക്ക് അന്റോണിയോ ഹി ഓൾസോ പ്ലാൻസ് ടു ഡു എ ക്വിക്ക് knockout into the first round. On the day of their match, Tompkins Square, where the match is scheduled, is filled with crowds. അപ്പോൾ രണ്ട് കൂട്ടരും പെട്ടെന്ന് ഒരു നോക്കൌട്ട് സെഷനിലൂടെ പെട്ടെന്ന് ഫൈനൽസിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള വോർ കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് they are trying for that. And finally match സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ഫസ്റ്റ് റൗണ്ട് ബിഗിൻ ചെയ്യുമ്പോഴേക്കും Antonio and Felix, they are in their fighting pose, and Felix approaches Antonio very fastly with a headlock. Okay, അപ്പോൾ രണ്ടുപേരും അവരുടെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവർ എത്രയൊക്കെ നോക്കിയിട്ടും they couldn't get that knockout which they have planned. അപ്പോൾ എത്ര നോക്കിയിട്ട് ഈ പറഞ്ഞ മാതിരി നോക്കൗട്ട് രണ്ട് കൂട്ടർക്കും കിട്ടുന്നില്ല. ആൻഡ് ഫൈനലി സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നപ്പോഴേക്കും അന്റോണിയോയെ നമ്മുടെ ഫെലിക്സ് അറ്റാക്ക് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി അന്റോണിയോയും തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫൈനൽ റൗണ്ടിലേക്ക് വന്നപ്പോഴേക്കും അന്റോണിയോ ഹി അഡ്വാൻസസ് ആൻഡ് ഗിവ്സ് ലോട്ട് ഓഫ് പഞ്ചസ് ടു ഫെലിക്സ്. ഫെലിക്സിനെ നല്ലോണം പിടിച്ച് താഴെയിടുകയാണ്. ഫെലിക്സും തിരിച്ച് നല്ലോണം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, റൗണ്ട് എൻഡ് ചെയ്യാൻ വരുമ്പോഴേക്കും എന്താണ്, these rounds end, but the boxers do not know these. അപ്പം എൻഡ് ചെയ്യാൻ പോകാണെന്ന് ബോക്സേഴ്സിന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ എൻഡ് ചെയ്തു. they are continuing their fight. അപ്പോൾ അവരുടെ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് ദ റെഫറി ഓഫ് ദ ടു ട്രെയിനേഴ്സ് ഹവ് കം ടു ഫോർ സെപ്പറേറ്റിംഗ്. അപ്പോൾ അവർ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ട്രെയിനർ ആൻഡ് റെഫറി അവർ വന്നിട്ട് ഇവരെ പിടിച്ചു മാറ്റുകയാണ്. ആൻഡ് അവർക്ക് മനസ്സിലാവുന്നത് മാച്ച് ഫിനിഷ് ചെയ്തു എന്ന് മനസ്സിലാവുമ്പോഴേക്കും ഇവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ അവർ രണ്ടുപേരും ആ റിംഗിൽ നിന്ന് പുറത്തോട്ട് പോവാണ്, ഹഗ്ഗൊക്കെ ചെയ്തിട്ട്. ഓക്കെ, ആൻഡ് നൗ ദേ ഡു നോട്ട് കെയർ അബൌട്ട് ദ മാച്ച് ആൻഡ് ദേ കെയർഡ് അബൌട്ട് ദെയർ ഫ്രണ്ട്ഷിപ്പ്, ദ റിലേഷൻ ദാറ്റ് ദേ ഹാഡ് ബിഫോർ ദി മാച്ച്. അത് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന അവരുടെ ആ റിലേഷൻഷിപ്പിന് തന്നെ പ്രാധാന്യം കൊടുത്തിട്ട് ദേ ആർ കണ്ടിന്യൂയിങ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ആ ഒരു എന്താണ് അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന പിരി തോമസിന്റെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും ദേ ആർ ഗിവൺ ഇമ്പോർട്ടൻസ് ടു ദി ഫ്രണ്ട്ഷിപ്പ്. മനുഷ്യർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് ഇവിടെയും കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി നൗ വി ഹാവ് the next one, the hour of truth. Okay, the hour of truth എന്ന് പറയുന്നത് it is also a very good story. It's not a story, it's a one act play that also contributes to the unit. ഈ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒരു കൈൻഡ് ഓഫ് വൺ ആക്ട് പ്ലേ ആണ്. ഇവിടെ വി ആർ ഹാവിങ് ഒരാളുടെ സത്യസന്ധത, അതാണ് നമ്മളിവിടെ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു നോട്ട് വിൽ ബി സീയിങ് The hour of truth എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ. Okay, so this is written by Percival Wilde. അപ്പം ഇവിടെ ഒരു മൊറാലിറ്റി, എത്രത്തോളം നമ്മൾ നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ വർക്കിൽ എത്രത്തോളം നമ്മൾ മോറൽ സൈഡ് നോക്കണം, എത്രത്തോളം നമ്മൾ സത്യസന്ധരായിരിക്കണം എന്നുള്ളൊരു തീമാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് റോബർട്ട് ബാൾവിനും അതുപോലെ തന്നെ മാത്ത, ജോൺ, ഈവ് ആൻഡ് മിസ്റ്റർ മാർഷൽ ആൻഡ് എ മെയ്ഡ്. ഇവരാണ് മെയിൻലി ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് റോബർട്ട് ബാൾവിൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റോബർട്ട് ബാൾവിൻ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു പോയേക്കാണ്. ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ അവരൊക്കെ ഇവരെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ആൻഡ് ദ സ്കൈ ഈസ് വെരി ഡാർക്ക് ആൻഡ് ദ ഫാമിലി ഈസ് എക്സ്പെക്ടിങ് റെയിൻ. അപ്പൊ റെയിൻ എന്നോട് ഉദ്ദേശിക്കുന്നത് തന്നെ ദ അറ്റ്മോസ്ഫിയർ ഈസ് വെരി ടെൻസ്ഡ്. ആൻഡ് ഇവർ ആലോചിക്കുകയാണ് ഇപ്പൊ തന്നെ മഴ പെയ്തൊക്കെ, അപ്പം ബാൽവിൻ കൊട എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇവരിങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. ആൻഡ് നൗ they are saying that while the family is waiting Robert Baldwin's arrival, they are talking themselves about John Gresham on those bank Mr. Baldwin worked. അപ്പം ബാൽവിൻ വരുന്ന സമയത്തും വരെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ they are discussing about ബാൽവിൻ വർക്ക് ചെയ്തിരുന്ന ബാങ്കിലെ അവിടുത്തെ ആ ഒരു ഓണർ, അയാളെ പറ്റിയിട്ട് ഗോൾഡ് ഗ്രഷാം, ജോൺ ഗ്രഷാമിനെ പറ്റിയിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പം അയാള് നമ്മുടെ ആ ഒരു ബാങ്കിന്റെ ഗ്രഷാം ഹി ഹാസ് ഡൺ എന്താണ്, ബാങ്കിൽ ഒരു ക്രമക്കേട് നടത്തി ആൻഡ് നൗ ഹി ഈസ് നൗ ജയിൽഡ്. അപ്പൊ ആ ജയിലിൽ കിടക്കുന്ന അയാൾക്കെതിരെ ഒരു എവിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റോബർട്ട് ബാൽവിൻ ഇപ്പൊ പോയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നൗ ന്യൂസ് പേപ്പറിലൊക്കെ വന്ന പ്രകാരം ഹി ഈസ് ദി ഓൺലി വിറ്റ്നസ്, അതായത് റോബർട്ട് ബാൽവിൻ ആണ് ഇയാൾക്കെതിരെ വിറ്റ്നസ് പോകാൻ വേണ്ടിയിട്ടുള്ള ഏക ആള്. അപ്പം എന്താ സംഭവിച്ചത്, മാർത്ത എന്ന് പറയുന്നത് ഷീ ഈസ് എ വൈഫ് ഓഫ് ബാൾവിൻ. ആൻഡ് മാർത്ത പറയുന്നത്
ന്യൂസ് പേപ്പറിലൊക്കെ പറയുമ്പോഴേക്കും ഈ കൂടെ നിന്ന ആളും ചെയ്തു, അല്ലാതെ ബാൽവിനും ഈ പറഞ്ഞ ക്രൈമിലൊക്കെ ഉൾപ്പെട്ടു എന്നുള്ള രീതിക്ക് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ മാത്ത വാസ് സ്റ്റിൽ ഹാവിംഗ് ദറ്റ് ബിലീഫ് ലൈക്ക് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യില്ല എന്ന്. ഷി വാസ് വെരി ഷുവർ, 100% ഷുവർ ആണെന്നു ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ. ഓക്കെ, ആൻഡ് നൗ പക്ഷേ അപ്പോഴും അവൾ ചിന്തിക്കുന്നുണ്ട് ഇനി എങ്ങാനും ഇദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ മാർത്തയ്ക്കും ഉണ്ടാവുന്നുണ്ട്. And now John immediately says that he saw Donovan, the assistant cashier, the last day at the athletic club. ഓക്കെ, അപ്പൊ നമ്മുടെ ബാൽവിൻ പറയുന്നത് കാഷ്യറെ കഴിഞ്ഞ ദിവസം അത്ലറ്റിക് ക്ലബ്ബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഹി വാസ് ആക്ച്വലി വർക്കിംഗ് ദർ ഫോർ 8 years. 8 വർഷമായിട്ട് അയാൾ അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. And now ipo the news came like a bolt out of the clear sky, and John has a suspicion that his father must have known about it because the only witness against John Gresham, and since he was named after John Gresham, appo da nammade ബാൽവിന്റെ മോനും he is also having the same name like ജോൺ ഗ്രഷാം. ജോൺ ഗ്രഷാമിന്റെ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാള് ജയിലിലാവരുത് എന്നൊക്കെ ഇദ്ദേഹത്തിനും ആഗ്രഹമുണ്ട്. കാരണം ആ ഒരു പേരിലുള്ളതാണല്ലോ, ആ പേരിന് ഒരു കളങ്കമൊന്നും വരണ്ടെന്ന് വിചാരിച്ചു ഈ മോന് നല്ല ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഓണർ ജോൺ ഗ്രഷാം ഒരിക്കലും അകത്താവരുതെന്നൊക്കെ നമ്മുടെ മോന് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ ബാൽവിൻ, റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്നത് ഹീ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു മൊറാലിറ്റി. ജീവിതത്തിൽ പാലിക്കേണ്ട ട്രസ്റ്റ്, ഈ പറഞ്ഞ ഒരു മൊറാലിറ്റിക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നു ബാൽവിൻ. ആൻഡ് ഇയാൾ ഈ പറഞ്ഞ കേസിൽ എവിഡൻസ് കൊടുക്കും എന്നുള്ള ഒരു നിലയിൽ എത്തിയപ്പോഴേക്കും ഹി വാസ് ഓൾസോ ബീൻ ഓഫേർഡ് എൻ എമൗണ്ട് ഓഫ് മണി. അപ്പം ഇത് പറയാതിരുന്നാൽ യു വിൽ ഗെറ്റ് ദിസ് എമൗണ്ട് ഓഫ് മണി, ഒരു $100,000 ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് വരെ ഓഫേഴ്സ് നമ്മുടെ ബാൽവിന് കിട്ടുന്നുണ്ട്. ബട്ട് ബാൽവിൻ എന്ന് പറയുന്നത് ഹി വാസ് എ വെരി ഓണസ്റ്റ് മാൻ, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മാനാണ്. ഹി ഡിഡ്ന്റ് അക്സെപ്റ്റ് ദിസ് പ്രപ്പോസൽ. പക്ഷേ ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കൊക്കെ ഷീ ജസ്റ്റ് സ്റ്റാർട്ടഡ് ടു എന്താണ് ഇവരെ പറഞ്ഞ് പുഷ് ചെയ്യാൻ വേണ്ടി നോക്കണം. വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് മണി, യു ജസ്റ്റ് ഡൂ ദാറ്റ്. നമുക്കിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ, ആ പൈസ വെറുതെ കളയണ്ട എന്നുള്ള രീതിക്കൊക്കെ നമ്മുടെ വൈഫും വീട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ദ സൺ ഓൾസോ എൻകറേജസ് ദിസ്. കാരണം അവൻ്റെ പേരിൽ ഓൾറെഡി ഉള്ള ഒരാളാണ്, ഇനി ആ ഒരു പേരിനും കൂടെ ഒരു മോശം വരണ്ട എന്നൂടെ വിചാരിച്ച് മോനും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് മാത്രമല്ല നമ്മുടെ ജോൺ, ഇപ്പൊ ഈ കുട്ടിയുടെ നമ്മുടെ വീട്ടിലുള്ള റോബർട്ട് ബാൽവിന്റെ ജോൺ എന്ന് പറയുന്ന ഗ്രഷാം എന്ന് പറയുന്ന കുട്ടിയുടെ ബാപ്റ്റിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ഫാമിലിയിലുള്ളവരൊക്കെ പറയാണ് യു ജസ്റ്റ് സപ്പോർട്ട് ഹിം, അയാൾ ജയിലിൽ പോവണ്ട എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ എന്താണ് ചെയ്യുന്നത് നമ്മുടെ മാർത്ത ഈ റോബർട്ട് ബാൽവിനെ പറഞ്ഞ് ശ്രമിക്കാൻ നോക്കുന്നുണ്ട്. യു ആർ ദി ഓൺലി വർക്കിംഗ് മാൻ, നമ്മുടെ കുടുംബത്തിൽ ആകെപ്പാടെ ജോലിയുള്ള ഒരാൾ നിങ്ങളാണ്. സോ പക്ഷേ നിങ്ങളുടെ ഇൻകം കൊണ്ട് നമുക്ക് ഒന്നും ആവാനില്ല, നമുക്ക് നല്ല രീതിക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഇനിയും പൈസ വേണം, അതുകൊണ്ട് നിങ്ങൾ ആ പൈസ അക്സെപ്റ്റ് ചെയ്തോളൂ, എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ എവിഡന്റ് ആവാണ്ടിരുന്നാൽ മതി. പക്ഷേ നമ്മുടെ ജോൺ ബാൽവിൻ ഇതൊന്നും അനുവദിക്കുന്നില്ല. ഹീസ് എ വെരി ഓണസ്റ്റ് മാൻ. അങ്ങനെ ഞാൻ ഒരാളെ പറ്റിയിട്ട് കള്ളം പറഞ്ഞ അല്ലെങ്കിൽ അയാളുടെ ഇതുകൊണ്ട് ഒരിക്കലും എനിക്ക് നല്ല ഒരു ജീവിതം അല്ലെങ്കിൽ ഭയങ്കര സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് കോസി ആയിട്ടുള്ള ഒരു ജീവിതം ഐ ഡോണ്ട് വാണ്ട് ടു ലീഡ് എന്ന് പറയുകയാണ്. ആൻഡ് നൗ നമ്മുടെ ബാൽവിൻ ഇസ് വെരി സാഡ് ദാറ്റ് ഇവയാളുടെ ഫാമിലിക്ക് ഇത്ര പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് ഹി ഡിഡ്ന്റ് എക്സ്പെക്ട്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ആൻഡ് നൗ ദ ഫാമിലി പെർസ്യൂഡ്സ് ഹിം ടു അക്സെപ്റ്റ് ദി മണി, പക്ഷേ he didn't agree with that. And finally his honesty, last ഇയാളുടെ ആ ഒരു ഓണസ്റ്റി, അയാളുടെ സത്യസന്ധത അയാൾക്ക് പേ ഓഫ് ചെയ്ത് കിട്ടുകയാണ്. ആ കമ്പനിയുടെ ആയിട്ടുള്ള മാനേജർ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ മാർഷൽ അയാൾ ഇവരുടെ വീട്ടിലേക്ക് വരികയും ആൻഡ് ഹി ഇസ് ഇംപ്രസ്ഡ് ബിക്കോസ് ഓഫ് ദി ഓണസ്റ്റ്നെസ് ഓഫ് ബാൽവിൻ. ആ ബാൽവിന്റെ ഓണസ്റ്റ്നെസ് കണ്ടിട്ട് ഹി ഈസ് വെരി ഇംപ്രസ്ഡ് ആൻഡ് ഹി ഈസ് ഓഫറിംഗ് എ ഹയർ പൊസിഷൻ ഇൻ ദാറ്റ് ബാങ്ക്. അവിടെ ഒരു ഹയർ പൊസിഷൻ കൊടുക്കുകയാണ്. ആൻഡ് നൗ ഹി ബിഫോർ ലീവിംഗ് ദാറ്റ് ഫാമിലി ദി മാർഷൽ ഇസ് സേയിങ് ദാറ്റ് ഐ ക്യാൻ only say to you what every man will be saying tomorrow, how highly I honor and respect your husband. അപ്പോൾ ഇയാൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും പറയുന്നത് he is just appreciating that husband. ബാൽവിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടാണ് this Marshall is leaving this place. Okay, അപ്പം the importance of being honest in life, അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, yeah, okay, so I hope this is also clear. ഇനി നമുക്ക് we are going for the third unit. നമുക്ക് third യൂണിറ്റിലേക്ക് പോവാം. ഇവിടെ നമ്മൾ കാണുന്നത് a three-wheeled revolution. ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the importance, the concept of entrepreneurshipന്റെ ഒരു കാര്യമാണ് പറയുന്നത് and the notion of success. പുതിയതായിട്ട് നമ്മൾ ഓൺടർപ്രണേഴ്സ് ആവുക, അതായത് പുതിയൊരു കാര്യത്തെ നമ്മൾ കണ്ടുപിടിച്ച ഒരു പുതിയൊരു മേഖല, പുതിയൊരു ബിസിനസ് ആരംഭം, ഒരു സംരംഭം, അതിനെയാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ കാണുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് എ ത്രീ-വീൽഡ് റെവല്യൂഷൻ. ആൻഡ് ദിസ് ഇസ് ഇൻ ഇന്റർവ്യൂ വിത്ത് ഇർഫാൻ അലം ആൻഡ് ഹീസ് എ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമാൻ ഫൗണ്ടേഷൻ. സമാൻ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആൻഡ് എന്താണ്
ചെയർമാൻ കൂടിയാണ്. ആൻഡ് ഹി വാസ് ഹാവിങ് ദിസ് ഐഡിയ ദാറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ഇന്ത്യൻ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന്റെ ലൈഫ് എങ്ങനെ ഒന്നും കൂടെ നല്ല രീതിക്ക് കൊണ്ടുവരാം, ഹൗ ക്യാൻ ദ ലിവ് ബെറ്റർ, അവരുടെ ലൈഫ് എങ്ങനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആക്കി കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം തന്റെ ഈ ഒരു പ്രോജക്റ്റിലൂടെ ഇംപ്ലിമെന്റ് ചെയ്തത്. ഹി ഈസ് വൺ ഓഫ് ദി മേജർ യൂത്ത് ഐക്കൺസ് ഇൻ ഇന്ത്യ. അപ്പൊ അതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഹി ഹാസ് പ്രസന്റഡ് എ വെരി ഇന്നോവേറ്റീവ് ടോപ്പിക് through this Samman project. Abada Irfan Alam is an internationally acclaimed entrepreneur and he's a very famous one. Appo business bazigar ennu parayna in which he contested with the business proposal. Appo aa oru program il oru business proposal aayittu he just participated. Appo aa oru proposal enganeyayirunnu to organize the rickshaw sector and to make it profitable venture. അപ്പം അതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന്റെ ലൈഫ് ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക, അത് കുറച്ചും കൂടി ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മേഖലയാക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആ ഒരു പ്രപ്പോസലിന്റെ മെയിൻ ആയിട്ടുള്ള ക്രക്സ്. അപ്പം അദ്ദേഹം സജസ്റ്റ് ചെയ്തത് ഹി ജസ്റ്റ് റീഡിസൈൻഡ് ഓട്ടോറിക്ഷാസ് ആൻഡ് എക്യുപ്പിംഗ് ഇറ്റ് വിത്ത് ദിസ് മ്യൂസിക്, ന്യൂസ് പേപ്പേഴ്സ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ്, റിഫ്രഷ്മെന്റ്സ് ആൻഡ് അഡ്വർടൈസ്മെന്റ്സ്. അപ്പം ഓരോ ഓട്ടോറിക്ഷയും കുറച്ചും കൂടെ നല്ല രീതിക്ക് ഒരു ഒരു റിഫ്രഷ്മെന്റ്, ഒരു കുറച്ചും കൂടി ഒരു നല്ല രീതിക്ക് ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിക്കണം. സോ എവറി ഓട്ടോറിക്ഷ വിൽ ബി ഹാവിംഗ് ദിസ് കൈൻഡ് ഓഫ് മ്യൂസിക്സ് ഉണ്ടാവും, ന്യൂസ് പേപ്പേഴ്സ് അവൈലബിലിറ്റി ഉണ്ടാവും, റിഫ്രഷ്മെന്റ്സും അതുപോലെ തന്നെ എന്താണ് അഡ്വർടൈസ്മെന്റ്സും അതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഓൾസോ help them to move on economically, കുറച്ചും കൂടെ എക്കണോമിക്കലി കുറച്ചും കൂടെ ഒരു വരുമാനം എന്നുള്ള രീതിക്ക് അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ആൻഡ് ഹി വാസ് ഇൻവൈറ്റഡ് ടു ദി പ്രസിഡൻഷ്യൽ എന്റർപ്രണർഷിപ്പ് സമ്മിറ്റ് 2010 and Obama complimented him with the words you are doing a tougher job than me. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു ഐഡിയക്ക് he was complimented even by the former American president. അപ്പം അദ്ദേഹത്തിന് ഈ ഒരു ഐഡിയ ഒരിക്കൽ തോന്നുന്നത് when he was a 17 years old boy, അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ he was very thirsty. അപ്പം ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് കുറച്ച് വെള്ളമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയാളുടെ അടുത്ത് ഇല്ല, നമുക്ക് അങ്ങനെ വെക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഇല്ല, അതിനുള്ളൊരു കാശ് പോലും നമ്മുടെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു മൊമെന്റിലാണ് ഹി സ്റ്റക്ക് വിത്ത് ദിസ് ഐഡിയ. ഈ ഒരു പ്രൊജക്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മൈൻഡിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ in 2007 Samman was formed to organize and empower auto rickshaw drivers. അപ്പം അങ്ങനെയാണ് സമ്മാൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഓർഗനൈസ്ഡ് ആവുന്നത്. ആൻഡ് thereby improving their livelihood. അപ്പം it started with no funds. ആദ്യത്തെ ഫണ്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ബട്ട് an innovative and special thrill for its members. ആദ്യ കാലങ്ങളിൽ ഒരുപാട് ക്യാഷ്വൽ അല്ലെങ്കിൽ ഫണ്ട്സ് ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല, ബട്ട് ബിക്കോസ് ഓഫ് ദി എക്സൈറ്റ്മെന്റ്, ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്. പക്ഷേ പിന്നീട് the word Samman means respect and dignity to all. അപ്പോൾ ആ ഒരു സമ്മാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനുള്ള നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ ഡിഗ്നിറ്റി എന്നുള്ള ഒരു മീനിങ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ദെൻ ഇർഫാൻ അലം ഹി സ്ട്രോങ്ലി ബിലീവ് ടു ബ്രിങ് ദ മാർജിനലൈസ്ഡ് ടു മെയിൻ സ്ട്രീം. അപ്പം എപ്പോഴും ബാക്ക്ഔട്ട് അടിച്ച് നിൽക്കുന്ന, കുറച്ച് സൈഡ് ലൈനിലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഹി വാസ് റിയലി ഫോക്കസ്ഡ്. ആൻഡ് ദ ഫസ്റ്റ് എയിം വാസ് ടു ചേഞ്ച് ദ കോൺസെപ്റ്റ് ഓഫ് റെന്റ് ഓട്ടോറിക്ഷാസ് ടു ഓൺ ഓട്ടോറിക്ഷാസ്. അപ്പം വാടകയ്ക്ക് എടുത്ത് ഓട്ടോ ഓടിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് മാറി എന്ത് ചെയ്യാൻ, സ്വന്തമായിട്ട് ഓൺ ഓട്ടോറിക്ഷാസ്, ഓൺ റിക്ഷോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് മാറാനാണ് അവർ തീരുമാനിക്കുന്നത്. ആൻഡ് ദേ വർ ഗിവിംഗ് ട്രെയിനിങ് ഓൺ ബേസിക് എറ്റിക്കറ്റ് ആൻഡ് ട്രാഫിക് റൂൾസ് ഓൾസോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവർക്ക് ആൾക്കാരുടെ അടുത്ത് പെരുമാറാനുള്ള എറ്റിക്കറ്റ്സ്, നല്ല രീതിക്ക് ബിഹേവ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ട്രാഫിക് റൂൾസിലൊക്കെ നല്ല രീതിക്ക് ട്രെയിനിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ആൻഡ് അവർക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദേ ഓൾസോ സ്റ്റാർട്ടഡ് ടു അറ്റാച്ച് അഡ്വർടൈസ്മെന്റ്സ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ്സും അതുപോലെ യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള അമ്യൂണിറ്റീസും ഈ റിക്ഷോസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. ആൻഡ് ദേ ബ്രോട്ട് എ കൈൻഡ് ഓഫ് എക്കണോമിക് ആസ് വെൽ ആസ് എ കൈൻഡ് ഓഫ് empowerment to the rickshaw drivers. Okay, അപ്പോൾ അത് it become a very great social venture and ഒരു വളരെ നല്ലൊരു കോസ് ആയി. ഒരുപാട് children of the operators and their spouses attended free evening classes called Sammanyan. And innovative ideas like solar powered fiberglass auto rickshaws, new attempt at present. അപ്പോൾ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഹാസ് ഗിവൺ എ ന്യൂ ഐഡന്റിറ്റി ആൻഡ് സെൽഫ് എസ്റ്റീം ടു ദി അണ്ടർ പ്രിവിലേജ്ഡ്. അപ്പം ഒരുപാട് താഴെക്കിടയിലേക്ക് കിടന്നിരുന്ന ഒരുപാട് ആൾക്കാർക്ക് മുന്നോട്ട് കയറി വരാനുള്ള ഒരു സാഹചര്യം ഈ പറഞ്ഞ ഒരു പ്രോജക്റ്റ് വഴി ഉണ്ടാവുകയാണ് ചെയ്തത്. ഓക്കെ, ആൻഡ്
These are people who are able to make others taste the fruits of their triumphs. And here Alam stands unique as a savior for the downtrodden. അപ്പോൾ ഇങ്ങനെ through this project, through his hard work and new projects, Alam, he just became the savior of downtrodden people. അപ്പോൾ എപ്പോഴും താഴേക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രവർത്തിക്കാൻ ഒരു ആള് എന്നുള്ള രീതിക്ക് he became a savior. Okay, so that is all about the chapter. Okay, ഇനി നമുക്ക് we have the chapter three-wheeled revolution നമ്മൾ കഴിഞ്ഞു. We have the chapter Didi, and this is written by Shaheen Mistry, and she is the founder of Akanksha Foundation. Okay, but this is also a non-profit organization that aims at improving the education of children, the downtrodden children, low income families like കുട്ടികളെ നല്ല രീതിക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഇവിടെയും we are having a small summary. Yeah. Okay, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഷഹീൻ മിസ്ട്രിയുടെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് at age of 12 she was actually seriously thinking about her dream and she didn't know what. അപ്പോൾ 12 വയസ്സായപ്പോഴേക്കും അവൾ കാര്യമായിട്ട് ആലോചിക്കുകയാണ് എന്താണ് ആക്ച്വലി എൻ്റെ ഡ്രീം ആൻഡ് എന്ത് ആവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ she couldn't find a dream. കുറച്ച് കാലം കഴിഞ്ഞ് when she was living in Jakarta in her colonial house, അവിടെ അവൾ ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെയുള്ള കുട്ടികളുടെ അവസ്ഥ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, they are not even given with the basic amenities that I am having എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോഴേക്കും she just started to have a new thinking. ഞാൻ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവർക്ക് ഒരു ബോധ്യം വരികയാണ്. And now she started to think in a very different way. തിരിച്ചു വന്നപ്പോഴേക്കും she during her summer holidays she was volunteering in the happy home എന്ന് പറയുന്ന ഒരു പരിപാടിയുമായിട്ട് she was doing that volunteer work. And ഒരു സ്കൂൾ ഫോർ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഈ രണ്ട് പ്രോഗ്രാംസിലും she did volunteering work, and gradually she began to notice inequalities that were faced by people. അപ്പം താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇനീക്വാലിറ്റീസ് അവൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് നൗ ഒരു ദിവസം when she was in the car, ഒരു കൂട്ടം കുറച്ച് കുട്ടികൾ വന്നിട്ട് അവളുടെ അടുത്ത് ഭക്ഷണത്തിന് വേണ്ടി കുറച്ച് ഭക്ഷണം തരുമോ എന്ന് വന്ന് യാചിക്കുന്നതായിട്ട് അവൾക്ക് ഒരു ദിവസം എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പം അതിൽ നിന്നും she was actually getting a kind of feeling, എന്താണ് എന്നെ പോലെ എത്രയും സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, but still there are people who are living in utter poverty എന്ന് പറയുന്ന ഒരു ഫീൽ അവൾക്ക് മനസ്സിലായി. ആൻഡ് വേറൊരു ഇൻസിഡന്റ് it happened in 1989. അതായത് ഒരു ദിവസം അവളുടെ സമ്മർ വെക്കേഷന്റെ ടൈമിൽ she was sitting in a taxi and suddenly 3 children came at the window of a car asking for food. അപ്പോൾ വീണ്ടും രണ്ടാമത് ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടായി. ആൻഡ് അതിനുശേഷം ഷീ വാസ് ആക്ച്വലി ഹാവിങ് ആൻ ഐഡന്റിറ്റി ക്രൈസിസ്. ശരിക്കും ഞാൻ എന്താണ്, എന്നെ പോലെയാണോ എൻ്റെ ഏജിലുള്ള കുട്ടികൾ ശരിക്കും ലിവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് എന്ന് അവൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഫൈനലി അവളുടെ സമ്മർ ഹോളിഡേയ്സ് വന്നപ്പോഴേക്കും ആൻഡ് ഷീ ജസ്റ്റ് ഇൻഫോംഡ് ഹർ പേരൻസ് ലൈക്ക് she just wanted to stay here, ഇവിടെ തന്നെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. I just wanted to live here in India. അപ്പോൾ പേരൻസ് വെച്ചിരുന്ന രണ്ട് കണ്ടീഷൻസ് ഇതായിരുന്നു. ഒന്നുകിൽ ഷീ വുഡ് ഗെറ്റ് എൻ അഡ്മിഷൻ ടു ദി ബെസ്റ്റ് കോളേജ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ അണ്ടർ ഗ്രാജുവേഷന് യു ഷുഡ് ഗെറ്റ് എൻ അഡ്മിഷൻ, ഓർ യു ഷുഡ് ഗോ ഫോർ സ്റ്റഡിങ് ഇൻ എബ്രോഡ്. അപ്പം എങ്ങനെ ഷഹീൻ മിസ്ട്രി ഷീ ജസ്റ്റ് ഓപ്റ്റഡ് ഫോർ സെന്റ് സേവിയേഴ്സ് കോളേജ്. അവിടെ സംഹൗ ഷീ മാനേജ് ടു ഗെറ്റ് എൻ അഡ്മിഷൻ. ആൻഡ് അവിടെ വെച്ചിട്ട് അവളുടെ എന്താണ് പ്രവർത്തന മേഖല തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഷീ ഫൗണ്ട് ദാറ്റ് ഷീ കുഡന്റ് നോ എനിത്തിങ് അബൌട്ട് ദി റിയൽ ഇന്ത്യ ത്രൂ ബുക്സ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ബുക്സ് ഒക്കെ വായിക്കുമ്പോഴേക്കും ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ബുക്സ് ഒന്നും വായിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഇന്ത്യ, ഇവിടെ എന്താണ് ശരിക്കും നടക്കുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് കിട്ടത്തില്ല. സോ ഷീ സ്റ്റാർട്ടഡ് ടു എക്സ്പ്ലോർ ദി സിറ്റി ആൻഡ് ഡിഫറെന്റ് പ്ലേസസ്. അപ്പോൾ ലോ കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തുടങ്ങുകയാണ്. അപ്പം ഒരു ദിവസം ഷീ വിസിറ്റഡ് എ ലോ ഇൻകം കമ്മ്യൂണിറ്റി. അവിടെ ഒരു ദിവസം അവൾ ഇങ്ങനെ വളരെ പാവപ്പെട്ട ഒരു ആൾക്കാരുടെ വീടുകളിലേക്കൊക്കെ പോയി അവരെ കാണുകയാണ്. അവിടെ അവൾക്ക് മനസ്സിലായി 10,000 ആൾക്കാർ വെള്ളമില്ലാണ്ട്, ദേ ആർ നോട്ട് ഹാവിങ് എനി പ്രോപ്പർ കൈൻഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ. അതുപോലെ തന്നെ ദേ ഷെയർ, ഇത്രയും 10,000 ആൾക്കാർ വെറും ഒരു ക്യൂബിക്കൽ ടോയ്ലറ്റ്സ്, വളരെ കുറച്ച് ടോയ്ലറ്റ്സ് മാത്രം ഷെയർ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, and one day she met an 18-year-old girl named Sandhya, with whom Shaheen Mistry established a good bond.
ഓക്കെ, അപ്പോൾ ഒരു ദിവസമുള്ള ഒരു 10-18 വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. അവളുടെ അടുത്ത് സന്ധ്യ എന്നാണ് കുട്ടിയുടെ പേര്. അവളുമായിട്ട് നല്ലൊരു ബോണ്ട് വരികയാണ്. ആൻഡ് ദെൻ ഷീ സ്റ്റാർട്ടഡ് ടു എഡ്യൂക്കേറ്റ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾ, ചിൽഡ്രൻ ഫ്രം ദാറ്റ് ഏരിയ, ആൻഡ് ദേ യൂസ് ടു കോൾ ഹർ ആസ് ദീദി. അവരെ അങ്ങനെ ദീദി ഇവിടെ വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, ആൻഡ് ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ക്ലാസ് റൂംസ്, അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ് റൂമെങ്കിലും ഓർഗനൈസ് ചെയ്ത് കിട്ടണമെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുകയാണ്, ഒരുപാട് സ്കൂൾസിൽ പോയി ഇവൾ ചോദിക്കുന്നുണ്ടെങ്കിലും ദേ ആർ നോട്ട് ഗിവിംഗ് എ സ്പേസ് ഫോർ ദം ടു ആസ് ക്ലാസ് റൂംസ് ഫോർ ദീസ് ലോ ഇൻകം സ്റ്റുഡൻസ്. ഫൈനലി എന്ത് ചെയ്യാണ്, അവൾക്ക് ഒരു സ്കൂളിൽ അവൾക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ക്ലാസ് റൂം കിട്ടുകയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് പ്രിൻസിപ്പൽ ഓഫ് ദി ഹോളി നെയിം ഹൈസ്കൂൾ ഇൻ കൊലബാഗ ഗേവ് ഹർ എ ക്ലാസ് റൂം. അപ്പോൾ അദ്ദേഹം ഒരു ക്ലാസ് റൂം കൊടുക്കുകയാണ്. ആൻഡ് ദാറ്റ് വാസ് എ ഫസ്റ്റ് എന്താണ് ആകാംക്ഷ സെന്റർ. അതായിരുന്നു ഈ പറഞ്ഞ സ്റ്റുഡൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഫസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നുള്ള ഒരുപാട് വോളണ്ടിയേഴ്സ് അവിടെ വന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി. ആൻഡ് ഫൈനലി 1999 ഫോർമലി നമ്മുടെ ആകാംക്ഷ ഫൗണ്ടേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ആൻഡ് ഏർലിയർ അവിടെ ഏതാണ്ട് 10-15ഓളം കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ലേറ്റർ ഇറ്റ് ഫ്ലറിഷ്ഡ്. ഒരുപാട് കുട്ടികൾ അവിടെ വന്നു തുടങ്ങി. ആൻഡ് ദെൻ ദേ വർ ഗിവൺ ബേസിക് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ വാല്യൂസ്, മാത്സ്, സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്, ഈ എഡ്യൂക്കേഷൻസ് ഒക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായി തുടങ്ങി. ആൻഡ് ദിസ് എക്സെപ്റ്റ് ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് റീഡ്രോയിങ് ഇന്ത്യ എന്ന് പറയുന്ന ഷഹീൻ വെസ്ട്രിയുടെ ഒരു ഭാഗത്തിൽ നിന്നാണ്, ഒരു റൈറ്റിംഗിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ റീഡ്രോയിങ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. Alright, ഇനി നമുക്ക് we are having the next one, the stammer. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇറ്റ്സ് കൈൻഡ് ഓഫ്, നമ്മൾ സ്റ്റാമർ യൂഷ്വലി കേൾക്കുമ്പോഴേക്കും നമുക്ക് വിചാരിക്കുക സ്റ്റാമറിങ് അല്ലേ, സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടി, ഒരു ചെറിയ വിക്ക് പോലുള്ളതിനെയാണ് നമ്മൾ സ്റ്റാമർ എന്ന് പറയുക. ബട്ട് ഹിയർ ദി കോൺസെപ്റ്റ് ഓഫ് സംവാട്ട് ഡിഫറെൻറ്റ്. ഇവിടെ നമ്മുടെ കെ സച്ചിദാനന്ദന്റെ സ്റ്റാമർ എന്ന് പറയുന്നത്, ഹിയർ സ്റ്റാമർ ഇസ് നോട്ട് എ ഹാൻഡിക്യാപ്പ് ബട്ട് എ മോഡ് ഓഫ് സ്പീച്ച്. ഇവിടെ സ്റ്റാമർ എന്ന് പറയുന്ന ഒരാൾക്കുള്ള ഒരു ഡിഫിക്കൽട്ടി ഒന്നുമല്ല, ബട്ട് ഹിയർ ഇറ്റ് മീൻസ് എ കൈൻഡ് ഓഫ് സ്പീച്ച്, ഒരു പ്രത്യേക തരം സ്പീച്ചിനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാമർ ഇസ് എ സൈലൻസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. അപ്പോൾ ഒരു വേർഡും അതിന്റെ മീനിങ്ങും തമ്മിലുള്ള ഒരു സൈലൻസ്, അതിനിടയിൽ വരുന്ന ആ ഒരു സ്പേസിനെയാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് stammer here. When a whole set of people stammer, it becomes their mother language. അപ്പം ഒരാൾ മാത്രം ഇങ്ങനെ സ്റ്റാമർ ചെയ്യുമ്പോഴാണ് it becomes a difficulty, അല്ലെങ്കിൽ ഒരു ഹാൻഡിക്യാപ്നെസ് ആയിട്ട് നമുക്ക് തോന്നുക. When an entire community is talking like that, അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ it is not a handicap, it is the mother tongue of that particular community. And stammer in itself is a language, അതൊരു ലാംഗ്വേജ് തന്നെയായിട്ട് മാറുകയാണ്. Stammer here is a collective inability of the people to do good things. അപ്പോൾ ഇവിടെ സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ, ഗുഡ് തിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഇല്ല. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് ഇവിടെ സ്റ്റാമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ദ പോയിറ്റ് ironically comments that God himself must have stammered when he created man. അപ്പം നമ്മുടെ പോയറ്റ് വളരെ ഒരു ഐറണിക്കലായിട്ട് കളിയാക്കിക്കൊണ്ട് പറയാണ്, ദൈവം ഈ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഗോഡ് ഹിംസെൽഫ് മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ്. ആ ഒരു ടൈമിൽ ഗോഡും ഈ പറഞ്ഞ പോലെ സ്റ്റാമർ ചെയ്യാൻ ഇടയായിട്ടുണ്ടാവും. ബിക്കോസ് ഹി വാസ് ഓൾസോ ഡൂയിങ് സച്ച് എ ഡിഫിക്കൾട്ട് തിങ്. അപ്പം ഇത്രയും ആയിട്ടുള്ള മനുഷ്യരെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ he must also have stammered എന്നാണ് പറയുന്നത്. The poet finally comments that the language of poetry is similar to stammer, as poetry fails to express what the poet actually wants to communicate. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് ദ സ്റ്റാമറിംഗ് ലാംഗ്വേജിനെ പോലെ തന്നെയാണ്. സ്റ്റാമർ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി വോണ്ട് അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് വൈസ് പോയറ്റ് എന്താണോ പോയട്രിയിലൂടെ, കവിതയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, അതല്ല പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്, അതല്ല നമ്മളിലേക്ക് പലപ്പോഴും എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പോയട്രി ഒക്കെ വായിക്കുമ്പോഴേക്കും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ us ടു കോംപ്രിഹെൻഡ്. നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയട്രി ഒക്കെ വായിക്കുമ്പോൾ. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്, പോയട്രി ഒക്കെ പോലെ തന്നെ നമ്മൾക്ക് പോയം വായിച്ചു കഴിഞ്ഞാൽ പോയറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നൊന്നും ആയിരിക്കില്ല നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ പോയം വായിച്ചിട്ട് അത് കാടിനെ പറ്റിയിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷെ നമുക്ക് നാടിനെ പറ്റിയിട്ടാ തിരിയാം. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റാമറിംഗ് എന്ന് പറയുന്നതും എന്നാണ് നമ്മുടെ പോയറ്റ് ഇവിടെ ഈ ഒരു സ്റ്റാമർ എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞു വെക്കുന്നത്. Okay, so the third unit is also over. Now we are moving on to the fourth unit, and that is when a sapling is planted. അപ്പോൾ ഇവിടെ നമ്മൾ we are discussing more about the importance of preserving nature and biodiversity. So that is a gift given to us by God, so we should preserve our nature എന്നുള്ള ഒരു തീമാണ് നമ്മളിവിടെ കാണുന്നത്. Okay, when a sapling is planted, it is the Nobel Prize acceptance speech at Oslo in 2004 by Kenyan environmental and political activist Wangari Maathai. Okay, അപ്പോൾ Wangari Maathaiയുടെ ഒരു
നോബൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ചിലെ ഭാഗമാണ് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്. ആ ഒരു ടൈറ്റിൽ നിന്ന് നമുക്കറിയാം whenever you are planting a sapling, ഒരു ചെറിയ തൈ നടുമ്പോഴേക്കും it is creating a huge impact on the nature, the biodiversity. നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ അന്നേരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് it is really a great thing. And ഇവിടെ in the speech she says that the forests in Kenya are being cleared and replaced by the commercial plantations. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ളത് പോലെ തന്നെ കെനിയയിലും നമ്മുടെ സാധാരണ ഫോറസ്റ്റ് ഏരിയാസ് it was actually cleared, അതിനെ വെട്ടി നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോർ ദി കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്. അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫാക്ടറീസ് പോലുള്ള സാധനങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോറസ്റ്റുകളൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഡിസ്ട്രോയ്ഡ് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് ഫോറസ്റ്റ് ടു കൺസേർവ് വാട്ടർ. അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുകയാണ്? നാട്ടിലുള്ള ലോക്കൽ ബയോഡൈവേഴ്സിറ്റി, ആ നാട്ടിലുള്ള ആ ഒരു പ്രകൃതി നശിച്ചു പോവുകയാണ്. അതുവഴി ഈ ഫോറസ്റ്റിനൊക്കെ ഏറ്റവും ഉള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസേർവ്സ് ലോട്ട് ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഈ ഫോറസ്റ്റ് നശിക്കുന്നത് വഴി ഈ വെള്ളത്തിന്റെ കൺസർവേഷൻ വളരെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വാങ്കാരി മാതൈ and her it destroyed local biodiversity and capacity for forests to conserve water. She adds that the tree has become a symbol of peace in Kenya. അപ്പോൾ കെനിയയിൽ ഈ ട്രീ എന്ന് പറയുന്നത് ഒരു സമാധാനത്തിന്റെ ചിഹ്നം തന്നെയാണ്. And Wangari Maathai and her green belt movement had succeeded in planting millions of trees across the world. അപ്പം ഇതിന് എതിരെയായിട്ട് അവർ കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ലോകമെമ്പാടും ഒരുപാട് ഗ്രീൻ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ഡിസിഷൻ വരികയാണ്. അപ്പം അത് ലോകമെമ്പാടുമുള്ള ശ്രദ്ധ ആകർഷിച്ചു. ആൻഡ് ഷീ കോൾസ് ഓൺ യങ് പീപ്പിൾ ടു കമ്മിറ്റ് ദംസെൽസ് ടു പ്രൊട്ടക്ടിങ് നേച്ചർ ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് ടു കം. അപ്പം ഏറ്റവും വലിയൊരു മെസ്സേജ് വാസ് ഗിവൺ ടു ദ ഫ്യൂച്ചർ ജനറേഷൻസ്. കാരണം they are also coming, their future generations are also coming, so it is your responsibility to conserve nature. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നേച്ചറിനെ കൺസേർവ് ചെയ്യുക എന്നുള്ളത്. So you should do that protection and conservation of nature in order to sustain this nature for the future generations. So that is the content of this speech that was given by Wangari Maathai during the time of Nobel Prize acceptance. Okay, so now we have one poem, that is Rise, and it is a satire by Professor. It's not a poem that forms in a satirical, that is കളിയാക്ക്, satire എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷേപഹാസ്യത്തിൽ വരുന്ന, and it is written by Professor ചെമ്മനം ചാക്കോ. And ഇവിടെ the poet is saying about the condition of rice husk. അപ്പം റൈസിന്റെ കൾട്ടിവേഷനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഫ്രം നോർത്ത് ഇന്ത്യ ആഫ്റ്റർ ടേക്കിംഗ് ഡോക്ടറേറ്റ് ഓൺ മേക്കിംഗ് ടോയ്സ് ഫ്രം റൈസ് ഹസ്ക്. അപ്പം റൈസ് ഹസ്കിൽ ചിരട്ടകളിൽ നിന്നൊക്കെ എന്താണ് ടോയ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിനെ പറ്റിയിട്ട് അദ്ദേഹം ഹി ഹാസ് ടേക്കൺ എ വെരി ഫ്രം ഒരു ഡോക്ടറേറ്റ് ഒക്കെ നേടി. ഹി ഈസ് നൗ റിട്ടേണിംഗ് ഫ്രം നോർത്ത് ഇന്ത്യ. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഹി നോസ് ദാറ്റ് ഇറ്റ് ഇസ് എ ടൈം ഫോർ പ്ലാന്റിംഗ് ദ സാപ്ലിങ്സ് ആൻഡ് ഹി റിമെമ്പേഴ്സ് വേരിയസ് ആക്ടിവിറ്റീസ് ദ വർ ഡൺ പ്രീവിയസ്ലി ഡ്യൂറിംഗ്. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഹി വാസ് എക്സ്പെക്ടിങ് ലൈക്ക് ഇതിപ്പോൾ നമ്മൾ മരങ്ങളൊക്കെ നടുന്ന സമയമാണ്, അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു സമയത്തായിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ കുഴിച്ചിരുന്നത്, അല്ലെങ്കിൽ അത് ചെടികളൊക്കെ നടുന്ന സീസൺ ഇതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ബട്ട് വാട്ട് ഹാപ്പൻസ്, ഹി ഫൈൻഡ്സ് എവറിത്തിങ് ചേഞ്ച്. തിരിച്ചു വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ചേഞ്ച്ഡ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. മൊഡാൻ ആൻഡ് വെല്ലറൻ ഹാവ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് റബ്ബർ പ്ലാന്റ്സ്. അപ്പം അന്ന് നാട്ടിലുണ്ടായിരുന്ന ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പാഡി, ആ റൈസ് ഒക്കെ പ്ലാന്റ്സ് ഒക്കെ മാറിയിട്ട്, പാഡി ഫീൽഡ്സ് ഒക്കെ മാറിയിട്ട് അതിന് പകരം നമ്മുടെ റബ്ബർ പ്ലാന്റ്സ് ആ സ്ഥലങ്ങളൊക്കെ കൈയടക്കിയിരിക്കുകയാണ്. ഹിസ് ഫാദർ പ്രൗഡ്ലി പ്രൊക്ലെയിംസ് ദാറ്റ് ദേ ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ റൈസ് ആസ് ഇറ്റ് ഈസ് ഇൻകൺവീനിയന്റ്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴേക്കും അവരുടെ അച്ഛൻ പറയുന്നത്, നമ്മൾ കൃഷി പരിപാടി എന്ന് വെച്ചാൽ എന്താണ് റൈസ് ഉണ്ടാക്കുന്ന, അരി ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ, നെല്ലുണ്ടാക്കുന്ന പരിപാടികളൊക്കെ വി ഹാവ് ജസ്റ്റ് സ്റ്റോപ്പ് ബിക്കോസ് അത് വളരെ ഇൻകൺവീനിയന്റ് ആണ്. നൗ വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ റബ്ബർ പ്ലാന്റ്സ്. ആൻഡ് ദ പോയം എൻഡ്സ് ഇൻ സറ്റയർ. ഒരു ഭയങ്കര ആക്ഷേപഹാസ്യത്തിലാണ് പോയം നിൽക്കുന്നത്. ആൻഡ് ഹി ഹിയേഴ്സ് എ റോർ ഓഫ് ദ ഹെലികോപ്റ്റർ സ്വീപ്പിംഗ് പാസ് ദ സ്കൈ. അപ്പം നമ്മുടെ മേലെ കൂടെ ഒരു ഹെലികോപ്റ്ററിന്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയം നിർത്തുന്നത്. ആൻഡ് ദ പോയറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഇസ് ക്യാരിങ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സെന്റർ ടു ആസ്ക് ഫോർ മോർ റൈസ് ഫോർ ദെയർ
സ്റ്റേറ്റ്. അപ്പോൾ ആ പോകുന്നത്, ആ ഹെലികോപ്റ്ററിൽ പോകുന്നത് ഇറ്റ് ഇസ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആ സ്റ്റേറ്റ്. എങ്ങോട്ടാ പോകുന്നത്? അടുത്ത അയൽവക്കത്തുള്ള സ്റ്റേറ്റിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള അരി തരുമോ എന്ന് ചോദിക്കാൻ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പോകുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ചെമ്മനം ചാക്കോ ഈ ഒരു സോങ്, ഈ ഒരു സെറ്റയർ ഫോമിലുള്ള പോം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഇവിടെയുള്ള നമ്മുടെ കൾട്ടിവേഷൻ ഒക്കെ നിർത്തിയിട്ട് വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ റബ്ബർ പ്ലാന്റ്സ്, അതായത് പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കുന്നത്. ഫുഡ് പ്ലാന്റ്സ്, ഫുഡ് ക്രോപ്സ് നമ്മൾ നിർത്തി വെച്ചിട്ട് വി ആർ ജസ്റ്റ് ആസ്കിംഗ് ഫോർ ഫുഡ് ഫ്രം ദി അതർ സ്റ്റേറ്റ്. ആൻഡ് നൗ the poet makes a scathing attack on the social injustice and exploitation of nature by man because of the uncontrollable greed. അപ്പോൾ പോയത്തിന്റെ എൻഡിലേക്ക് വരുമ്പോഴേക്കും we can understand that the poet is also making a comment. അതായത് മനുഷ്യൻ he is just exploiting nature. മനുഷ്യൻ പ്രകൃതിയെ വല്ലാണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. and this is a very great injustice and it is because of the uncontrollable greed. പൈസയോടുള്ള ആർത്തി കാരണമാണ് we are ready to exploit nature to this much of extent. this much, ഇത്രയധികം നമ്മൾ ഇതിനെ പൊള്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ഇല്ലാണ്ടാക്കാൻ, ഡിസ്ട്രോയ് ചെയ്യാൻ നമ്മൾ കാരണമാവുന്നത് it is because of human greed. And now we have the next portion, that is dangers of drug abuse. ഇവിടെ നമ്മൾ കാണുന്നത് ദിസ് ഇസ് ദി, നമുക്ക് അറിയുന്ന ഒരു പോയിന്റ് തന്നെയാണ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ബൈ ഹാർദിൻ ബ്ലെയർ ജോൺസ്. ആൻഡ് ഇവിടെ ദ യൂസ് ഓഫ് ഡ്രഗ്സ് ഫോർ മെഡിക്കൽ പർപ്പസസ് ഇസ് അഡ്വക്കേറ്റ്. നമുക്ക് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ ഡ്രഗ്സിന്. നമ്മൾ ഈ പറയുന്ന മാതിരി നമുക്ക് എപ്പോഴും ഡ്രഗ്സ് എന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് സൈഡാണ് തോന്നുന്നത്, ബിക്കോസ് അതിന്റെ ഒരു നെഗറ്റീവ് യൂസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് എ പോസിറ്റീവ് സൈഡ്. ഒരു ഡ്രഗ്സ് മെഡിക്കൽ യൂസിനും പർപ്പസസിനും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ബീൻ used, it is used more for the purpose of എന്താണ്, ഒരു വേണ്ടാത്ത രീതിക്കാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ഓക്കെ, അപ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഡിഫിക്കൽട്ടീസ് വെൻ വി ആർ യൂസിങ് ഡ്രഗ്, വെൻ ദിസ് ഡ്രഗ് ഇസ് അബ്യൂസ്ഡ്? ഡിസ്റ്റർബിംഗ് ദ ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ ആൻഡ് ബോഡി. അപ്പം ബോഡിയുടെ ഒരു ബാലൻസിങ് തന്നെ നഷ്ടപ്പെടുത്താൻ ഈ ഒരു ഡ്രഗ് യൂസ് കാരണമാവുന്നുണ്ട്. ദ പ്ലഷർ മെക്കാനിസം ഫെയിൽസ് ടു റെസ്പോണ്ട് ടു ദി യൂസ് ഓഫ് ഡ്രഗ്സ്. അപ്പം നമ്മൾ വെനവർ വി ആർ, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കുന്ന ആൾക്കാരായിരിക്കും. ബട്ട് സൂൺ ആഫ്റ്റർ യൂസിങ് ഡ്രഗ്സ് അത് നമ്മുടെ ഈ പ്ലഷർ മെക്കാനിസത്തെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനോടും ഒരു സിമിലർ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും പിന്നീട് നമുക്ക് ഉണ്ടാവുക. Then drug addicts develop discomfort and personality change. അപ്പോൾ drug addictsന് they'll be having a kind of discomfort. സൊസൈറ്റിയോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും അവർക്ക് തന്നെത്താൻ പേഴ്സണാലിറ്റിയിലൊക്കെ വളരെയധികം ഡിഫറൻസസും ചേഞ്ചസും നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ദെൻ they lose their sense of being alive. അപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ട്, അവരെന്തൊക്കെയോ കാണിച്ചാണ് നടക്കുന്നത്. they don't even know about their existence. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ദിവസം എന്ത് ചെയ്യണം, അവരുടെ ലൈഫിനെ പറ്റി തന്നെ they will not be having any idea. അതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഉണ്ടാവില്ല. ആൻഡ് എഫക്ട്സ് ബ്രെയിൻ ഫങ്ഷൻസ് ഡയറക്ട്ലി. അപ്പോൾ ഡയറക്ട്ലി ബ്രെയിൻ ഫങ്ഷൻസിനെയാണ് എഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, അക്കാഡമിക്സിലൊക്കെ ആണെങ്കിലും വളരെയധികം ശ്രദ്ധ കുറവായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ എന്ന് വിചാരിക്കുന്നതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് നൗ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വി ആർ ഇവിടെ 2-3 പോയിന്റ്സ് ഉണ്ട്. ഇൻജെക്ടിങ് ഡ്രഗ്സ് യൂസിങ് ഡേർട്ടി നീഡിൽസ് കോസ് ഇൻഫെക്ഷൻസ്. അപ്പം നമ്മുടെ ഡ്രഗ്സ് നമ്മൾ ഡേർട്ടി നീഡിൽസ് ഉപയോഗിച്ച് ആണ് ചെയ്തു വെക്കുന്നതെങ്കിൽ അതും പല ഇൻഫെക്ഷൻസിനും കാരണമാകുന്നുണ്ട്. ആൻഡ് ഡ്രഗ് അഡിക്ട്സ് ദേ ആർ ലുക്കിംഗ് അറ്റ് ദം വെരി സ്ട്രേഞ്ച്ലി. മറ്റു ആൾക്കാരെയൊക്കെ കാണുമ്പോഴേക്കും വളരെ സ്ട്രേഞ്ച് ആയിട്ടായിരിക്കും അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുക. ആൻഡ് ദെൻ ഈ ഡ്രഗിന്റെ ഓവർ യൂസ് ലിവർ ഡിസീസസിനും വെനറൽ ഡിസീസസിനും അതുപോലെ തന്നെ കിഡ്നി, ബ്രെയിൻ, ലങ് ഡിസീസസിനും അതുപോലെ കാർഡിയാക് ഫെയിലിയറിനും ഒക്കെ കാരണമാവും. സോ വളരെ അൺഹെൽത്തി ആണ് ഡ്രഗ് യൂസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി now we are going for 5th unit and it's a very small unit. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. Here we are discussing about how humor contributes to effective crisis management. അപ്പം എങ്ങനെയാണ് നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് when you are hearing a comedy, ഒരു ജോക്ക് കേൾക്കുമ്പോഴേക്കും it will lighten your burden. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഓക്കെ, അപ്പം RH വുഡിന്റെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ എ വൺ ആക്ട് പ്ലേ ആൻഡ് ദിസ് പ്ലേ ടേക്സ് പ്ലേസ് ഇൻസൈഡ് എ സ്മോൾ പോസ്റ്റ് ഓഫീസ് ഇൻ ആൻ ഇംഗ്ലീഷ് വില്ലേജ് ഡ്യൂറിംഗ് ദ ക്രിസ്മസ് സീസൺ. ഒരു ക്രിസ്മസ് സീസണിൽ ഒരു ഇംഗ്ലീഷ് പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വൺ ആക്ട് പ്ലേയിൽ നമ്മൾ കാണുക. And it is about a parcel and that is mistaken as time bomb. അപ്പോൾ ഇവിടുത്തെ ആ ഓഫീസിലേക്ക് വന്നിട്ടുള്ള ഒരു
പാസൽ, അതിനെ എല്ലാവരും കൂടെ ചേർന്ന് അതൊരു ടൈം ബോംബ് ആണെന്ന രീതിക്ക് മിസ്റ്റേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തെറ്റിദ്ധാരണയാണ്. ആൻഡ് കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദി പ്ലേ നമുക്ക് മനസ്സിലാവുകയാണ് ദ പോസ്റ്റൽ അസിസ്റ്റന്റ് റിസൈൻസ് എ ജോബ്. അപ്പം ഇത് ടൈം ബോംബ് ആണ് എന്നുള്ള ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് പോയി ആ ഒരു പോസ്റ്റൽ ഓഫീസിലെ അസിസ്റ്റന്റ് ജോലി തന്നെ റിസൈൻ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ബട്ട് എക്സെപ്റ്റ് ദി യങ് ലേഡി അസിസ്റ്റന്റ് ഓൾ അതർ ക്യാരക്ടേഴ്സ് ആർ ഫണ്ണി. ഇപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആ ഒരു ലേഡി അസിസ്റ്റന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം വളരെ ജോബി ആൻഡ് ഫണ്ണി, ഇഗ്നോറന്റ് ആൻഡ് ഹോട്ട് ടെമ്പേർഡ് ആണ്, സില്ലി ആൻഡ് ഫൂളിഷ്, വളരെ ഫൂളിഷ് ഒക്കെ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ. സോ entirely the story is the one-act play is having a humorous atmosphere, and their acts lead the readers to laughter, and the language employed throughout the play is appropriate for illiterate and funny characters. അപ്പോൾ ഇവിടെ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ലൈക്ക് ഇല്ലിറ്ററേറ്റ് അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് സ്റ്റോറി ഇറ്റ് ഗിവ്സ് അല്ലെങ്കിൽ ഇറ്റ് ഗിവ്സ് എസ് എ റിലീഫ് ഫ്രം ആ ടെൻഷൻ അല്ലെങ്കിൽ ബേർഡൻസ് ഒക്കെ ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് one-act play ആണ്. ഓക്കെ, ആൻഡ് നൗ വി ഹാവ് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ആൻഡ് ഓഗ്ഡൻ നാഷിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മളൊക്കെ പ്രോബബ്ലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻ ദിസ് പോയിം വി ആർ ഗെറ്റിംഗ് ഇൻ എ വെരി ഹ്യൂമറസ് വേ. അപ്പോൾ പോയറ്റ് പറയാണ് ഈ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബോത്ത് ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ ടോർച്ചർ, രണ്ട് രീതിയിൽ നമ്മൾ ടോർച്ചേർഡ് ആവുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് ദ പോയറ്റ് ഇസ് കമ്പയറിംഗ് ദ വർക്ക് ഓഫ് എ ഡെന്റിസ്റ്റ് ടുവേർഡ്സ് മൗത്ത് ടു എ റോഡ് ദാറ്റ് ഇസ് ബീങ് റിപ്പയർ. അപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു ഡെന്റിസ്റ്റ് ഒരു വായിൽ പണിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പല്ല് വെച്ചിട്ട് ഒരു പല്ലിനെ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് വർക്ക് ചെയ്യുമ്പോഴും ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡെന്റിസ്റ്റ് വെനെവർ ദേ ആർ വർക്കിംഗ് അവരെന്താണ് ഒരു മിറർ യൂസ് ചെയ്യും അല്ലെ, ആൾക്കാരുടെ അടുത്ത് ഒരു മിറർ യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഇൻക്രീസസ് ദ ഫിയർ ഓഫ് ദി പോയറ്റ്. അവർ ആ കണ്ണാടി കൊണ്ട് അടുപ്പിച്ച് വെക്കുമ്പോഴേക്കും വിൽ ബി സീയിങ് ഓൾ ദീസ് തിങ്സ് ആൻഡ് വിൽ ഗെറ്റ് ഫ്രൈറ്റൻഡ്. അപ്പം പോയറ്റിന് കൂടുതൽ പേടി ഉണ്ടാക്കുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് മിറർ. And now this is because of it is feared that there is also a chance for the dentist to make mistake the right of the left and vice versa. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ മിറർ കൊണ്ടുവരുമ്പോൾ പേടി വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററിൽ നമ്മുടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് ആയിട്ടും ലെഫ്റ്റ് റൈറ്റ് ആയിട്ടും കാണും. അപ്പം ഇനി ഈ ഡെന്റിസ്റ്റ് വശം മാറിപ്പോയി എടുക്കേണ്ട പല്ലൊന്നും അല്ല എടുക്കുന്നതെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ദിസ് പോയറ്റ് ഇസ് ഗെറ്റിംഗ് ടെൻസ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും ദ പോയം ഇസ് ആക്ച്വലി ഹാവിങ് എ വെരി ഹ്യൂമറസ് area. And now the irony is that finally the patient is relieved for the ordeal of sitting at the dentist's chair, and the dentist says he should return after a month for the review of checkup. അപ്പോൾ ഫൈനലി ഇനിയിപ്പോൾ പല്ല് പറക്കലും ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു സമാധാനമായി എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കുമ്പോഴേക്കും ആയിരിക്കും ഡോക്ടർ വിൽ ബി സേയിങ് ലൈക്ക് 2 മാസം കഴിയുമ്പോഴേക്കും റിവ്യൂ ചെക്കപ്പിന് ഒന്നും കൂടെ വരണം. അപ്പോഴേക്കും വാട്ട് ഹാപ്പൻസ്, വീണ്ടും ആ പോയ ടെൻഷൻ അതേപടി തിരിച്ചു വരികയായിരിക്കും. ആൻഡ് ദിസ് പോയം ഇസ് ഹാവിംഗ് ലോട്ട് ഓഫ് ഹൈപ്പർബോൾസ്, എക്സാജുറേഷൻസ് വരുന്നുണ്ട്, സിമിലി ആൻഡ് മെറ്റഫേഴ്സ് എക്സെട്ര ആർ യൂസ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പോയം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾസോ എ വെരി ഹ്യൂമറസ് പോയം. ഇനി നമുക്കുള്ളത് ക്രൈം ആൻഡ് പണിഷ്മെന്റ് ആണ്. So this is a story by R.K. Narayan, and it is about the crime done by a teacher. അതായത് ക്രൈം ഡൺ ബൈ എ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ മുഖത്തിന് അടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്രൈമിന് ടീച്ചർ നേരിടേണ്ടി വരുന്ന പണിഷ്മെന്റ്, ആ ടീച്ചർ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഹിയർ ദ ടീച്ചർ അക്സെപ്റ്റ്സ് ദി പണിഷ്മെന്റ്സ് ആൻഡ് ദ സ്റ്റോറി ഹ്യൂമറസ്ലി പ്രസന്റ്സ് ദി പ്ലൈറ്റ് ഓഫ് ദ ടീച്ചർ ബിഫോർ ഹിസ് സ്റ്റുഡന്റ്. അപ്പം നമ്മുടെ ടീച്ചർ ഈ സ്റ്റുഡന്റിനെ അടിക്കേണ്ട ഒരു സന്ദർഭം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ഫൈനലി ടീച്ചർ സഹി കെട്ടിട്ട് ഷീ ജസ്റ്റ് ബീറ്റ്സ്, ഒന്ന് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അടിച്ചു കഴിയുമ്പോഴേക്കും കുട്ടി ഭയങ്കരമായിട്ട് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പം സംഗതി പ്രശ്നമായി എന്ന് മനസ്സിലാകുമ്പോഴേക്കും ടീച്ചർ സ്റ്റാർട്ട്സ് ടു കൺസോൾ ഹിം. അപ്പം പരമാവധി ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. വേഗം പേരന്റിനെ ചെന്ന് കംപ്ലൈന്റ് ചെയ്യും. അപ്പോൾ ഈ കുട്ടിയുടെ പേരന്റ് എന്ന് പറഞ്ഞാൽ ദ പേരൻസ് ആർ ഹാവിങ് എ വെരി ഗുഡ് ഹോം, അത്യാവശ്യം നല്ല റിച്ചും ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് പ്രശ്നമാണ്. അപ്പോൾ ടീച്ചർ ഈ കുട്ടിയെ പരമാവധി സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ വെക്കുകയാണ്. ടീച്ചർ പറയുന്ന പോലെ, ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ആൻഡ് ടീച്ചറെ കൊണ്ട് ഒരുപാട് പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ കൂടുതൽ കളിപ്പിക്കാൻ കൂടുന്നുണ്ട്. ടീച്ചറെ കൊണ്ട് എഴുതിക്കുകയും അവന് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുകയാണ്, ലാസ്റ്റ് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, ആൻഡ് ഇൻ ഓർഡർ ടു പ്ലീസ് ദ ബോയ് ദ ടീച്ചർ ഈസ് കമ്പൽഡ് ടു ക്യാരി ഔട്ട് ദ ടാസ്ക് assigned by the
student to escape the parents' anger. And finally, then it itself is a tragedy. അപ്പോൾ അത് തന്നെ ടീച്ചർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ആൻഡ് ഫൈനലി ഇവരുടെ പേരൻസ് വരുമ്പോഴേക്കും കുട്ടി വേഗം പോയിട്ട് ഇവന്റെ പ്രോഗ്രസ് കാർഡിൽ വളരെ മാർക്കൊക്കെ കുറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ ഇവനെ വരുമ്പോഴേക്കും തന്നെ ഇവന്റെ പേരൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും the teacher is actually having a kind of sympathy towards the boy. അപ്പം കുട്ടീനെ പറ്റിയിട്ട് ടീച്ചർ നമ്മുടെ പേരൻസിന്റെ അടുത്ത് വളരെ നല്ല രീതിക്ക് സംസാരിക്കുകയാണ്. the boy is also happy and the parents are also happy. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെന്റ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ദാറ്റ് denotes a kind of relationship between the teacher and the student. So that is Crime and Punishment by R.K. Narayan. Okay. So that is also a very famous story. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് 5 നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. And now we'll go for very usual formats. നമ്മൾ എപ്പോഴും കാണുന്ന കുറച്ച് ഫോർമാറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നത് ഡിബേറ്റ് ആണ്, പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്സ്. നമുക്കിപ്പോൾ ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ വുമൻ എംപവർമെന്റ് ഒക്കെ തന്നെയായിരിക്കും ഇതിൽ നമുക്ക് ഡിബേറ്റ്സിൽ വരാം. അപ്പം 1 will be taking 4 and the other will be taking against. 2 and 4 ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ലെറ്റർ ടു ദി എഡിറ്റർ. ഓക്കെ. ലെറ്റർ ടു ദി എഡിറ്റർ അവിടെ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്. ആദ്യമേ നമ്മൾ വി ജസ്റ്റ് ഹാവ് ടു ഗിവ് ഫ്രം അഡ്രസ്, അതായത് ആരാണ് ആൻഡ് യുവർ അഡ്രസ്. ദെൻ യു ഹാവ് ടു ഗിവ് ദ ഡേറ്റ്. ഡേറ്റ് ഇസ് നോട്ട് ആക്ച്വലി മെൻഷൻ ഹിയർ. ഇവിടെ ഡേറ്റ് കൊടുക്കുക. ദെൻ ടു ഹും. ഇപ്പം നിങ്ങളിപ്പോൾ ന്യൂസ് പേപ്പർ എഡിറ്റർക്കാണ് അയക്കുന്നതെങ്കിൽ എഡിറ്റർ മനോരമ എന്ന് പറഞ്ഞിട്ട് എഡിറ്റർ ദ ഹിന്ദു ട്രിവാൻഡ്രം. ദെൻ യു ക്യാൻ ഗിവ് ഇവിടെ സറും മാഡം എന്താണ് കൊടുക്കുക, അതിനുശേഷം സബ്ജക്ട് കൊടുക്കുക. വാട്ട് ഇസ് ദി സബ്ജക്ട് ദാറ്റ് യു ആർ ഡീലിംഗ് വിത്ത് നൗ. ഏത് സബ്ജക്റ്റിനെ വെച്ചിട്ടാണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ആ സബ്ജക്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ യു ക്യാൻ ഗോ ഫോർ ദി കോണ്ടന്റ് ഭാഗം കൊടുക്കുക. ദെൻ താഴേക്ക് വരുമ്പോഴേക്കും യു ക്യാൻ ജസ്റ്റ് സേ യുവർ സിൻസിയർലി അല്ലെങ്കിൽ യുവർ ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് യുവർ ലെറ്റർ. ആൻഡ് സൈഡിലേക്ക് വരുമ്പോഴേക്കും യു ക്യാൻ ഗിവ് പ്ലേസ് ആൻഡ് ഡേറ്റ് ഓൾസോ. ആൻഡ് ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഗിവ് ഈ ഒരു ഫ്രമോ ടു ഒന്നും കൊടുക്കേണ്ടത് ആവശ്യം തന്നെ വരുന്നില്ല. യു ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി അഡ്രസ് നിങ്ങൾക്ക് സുഖാണോ എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് ഗോ ഓൺ ലൈക്ക് ദാറ്റ്. ഇനി നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എപ്പോഴും തയ്യാറാക്കുമ്പം റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഓപ്പൺ എൻഡഡ് ആയിരിക്കണം ക്വസ്റ്റ്യൻസ്. അപ്പുറത്തോട്ട് ചോദിക്കുന്ന ആൾക്ക് വളരെ പരന്ന രീതിയിൽ നല്ല സ്പ്രെഡഡ് ആയിട്ട് സംസാരിക്കാൻ രീതിക്ക് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഈ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും നമ്മൾ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി, വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്. അപ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് ഹി ക്യാൻ ടോക്ക്. അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ഗിവൺ. ഇനി ഇന്റർവ്യൂസിൽ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. വാട്ട് ഈസ് യുവർ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ്, ഇപ്പം ഇർഫാൻ അലമിനെയാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു. ഇനി ഹു ഈസ് യുവർ റോൾ മോഡൽ, എന്താണ്, ഡു യു എൻജോയ് ദിസ് കരിയർ. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ യൂഷ്വൽ ആയിട്ട് വളരെ കോമൺ ആയിട്ട് ചോദിച്ചു പോകാവുന്ന കുറച്ച് കോമൺ എക്സ്പ്രഷൻസ് ആണ് വെൻ യു ആർ ആസ്കിങ് ഫോർ എ എന്താണ് ഇന്റർവ്യൂ. ഓക്കെ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ. ഇനി ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് എ CV. ഒരു CVയുടെ കൂട്ടത്തിലുള്ള ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും കൂടിയാണ് പോകുന്നതെങ്കിൽ ജോബ് ആപ്ലിക്കേഷന്റെ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമൽ ലെറ്ററിന്റെ അതേ ഫോം തന്നെയാണ്. നെയിം ആൻഡ് അഡ്രസ്, ദെൻ ടു ഫ്രം ടു ഇവിടെ ഡേറ്റ് കൊടുക്കുക, ദെൻ സറോ മാഡം, ദെൻ എന്താണ് സബ്ജക്ട്, ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ്, ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് നൗ you can give the content and then conclude that. ഇനി നമുക്ക് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ CV ആണ്. അവിടെ നിങ്ങളുടെ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, നാഷണാലിറ്റി. ഇനി നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്കിൽസ്, വാട്ട് ഓൾ ലാംഗ്വേജസ് ഡു യു നോ, ദെൻ യുവർ ഇൻട്രസ്റ്റ്. അതിനുശേഷം യു ക്യാൻ ഗിവ് എ സെൽഫ് ഡിക്ലറേഷൻ ഓൾസോ. ഇവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കുക. ദെൻ യു ക്യാൻ ജസ്റ്റ് ഗിവ് ദ സ്പേസ് ഫോർ ഫോട്ടോ ഓൾസോ. Then now report on discussion or seminar. Report on seminar help അല്ലെങ്കിൽ ഒരു ഡിസ്കഷനെ പറ്റിയിട്ടൊരു റിപ്പോർട്ടാണ് എഴുതുന്നതെങ്കിൽ അവിടെ ടൈറ്റിൽ കൊടുക്കുക, ഇവന്റ് ആൻഡ് പ്ലേസ്, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ദെൻ ഒരു കൺക്ലൂഷൻ, ഒരു എങ്ങനെയായിരുന്നു ഈ ഒരു ഹൗ വാസ് ദാറ്റ് സെമിനാർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ, എങ്ങനെയായിരുന്നു ഇത് നടന്നിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ കൊടുക്കുക. ഓക്കെ. സോ ദെൻ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പോയിംസ്. 2 പോയിംസ് തന്നിട്ട് യു വിൽ ബി ആസ്ക്ഡ് ടു കമ്പയർ ദാറ്റ്. ഒന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു പോയം, ദെൻ യു വിൽ ബി ഗിവൺ വിത്ത് എ പോയം. അപ്പോൾ ആദ്യത്തേതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദെൻ സ്പീക്ക് അബൌട്ട് 1 poem, ദെൻ സ്പീക്ക് അബൌട്ട് ദി അതർ പോയം, ദെൻ യു ക്യാൻ കമ്പയർ ദ 2 poems. എന്തൊക്കെയാണ് രണ്ടും തമ്മിലുള്ള ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് വൺ. ലാംഗ്വേജും അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ യു ക്യാൻ ജസ്റ്റ് അഡോപ്റ്റ്. ഇനി നമുക്ക് സ്പീച്ച് ആണെങ്കിൽ യു നോ ദാറ്റ് ദ സല്യൂട്ടേഷൻ പാർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഫോം കൊടുക്കുക, ദെൻ ദ വേ യു പ്രസന്റ് യുവർ കോണ്ടന്റ്, ആൻഡ് ദെൻ ഫൈനലി ദ കൺക്ലൂഷൻ. താങ്ക് ചെയ്തിട്ട് ഓഡിയൻസിനെയൊക്കെ ഒന്ന് താങ്ക് ചെയ്തിട്ട് യു ക്യാൻ സ്റ്റോപ്പ് ദാറ്റ്. ഓക്കെ.
Then now we have കുറച്ച് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പീച്ച് ടോപ്പിക്സ് അല്ല കുറച്ച് സ്പീച്ച് ടോപ്പിക്സ് ആണ്. നമുക്കിപ്പം വന്നിരിക്കുന്നത് പ്രകാരം നമ്മുടെ യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ വിമൻ എംപവർമെന്റ് വരാം, കൺസർവേഷൻ ഓഫ് നേച്ചർ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, ഇനി ഓൺടർപ്രണർഷിപ്പ്, അതും അല്ലെങ്കിൽ ഓണസ്റ്റി ഇൻ പബ്ലിക് ലൈഫ്. ഇതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ എന്താണ് നമ്മൾക്ക് വരാവുന്ന ടൈപ്പ് സ്പീച്ചിന്റെ ടോപ്പിക്സ് ആണ്. കാരണം നമ്മുടെ യൂണിറ്റ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടോപ്പിക്സ് വെച്ചിട്ടാണ്. ഇനി വാട്ട് ഇഫ് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ ബ്ലർബ്. എന്താണ് ബ്ലർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്സിന്റെ ഒക്കെ പുറകിൽ വിൽ ബി ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് ബ്ലർബ്. ഒരു ബുക്കിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടുന്നത് ഈ ഒരു ബ്ലർബിൽ നിന്നാണ്. അപ്പം അതെന്താണ്, ഇറ്റ് ഷുഡ് ഹാവ് എ ക്യാച്ചി സ്റ്റേറ്റ്മെന്റ്. ഒരു ക്യാച്ചി സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ട് തോന്നണം. പിന്നെ അതിൽ പോസിറ്റീവ് റിമാർക്സ് വേറെ ഏതെങ്കിലും റൈറ്റേഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ ബുക്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ആ ഒരു എഴുതിയിട്ടുള്ള ആളുടെ ഒരു ചെറിയൊരു പ്രൊഫൈലും അയാളുടെ ഫോട്ടോയും ഒക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഒരു സ്മോൾ സമ്മറി അബൌട്ട് ദ ബുക്ക്. ആ ഒരു ബുക്കിന്റെ ഒരു ചെറിയ സമ്മറി, ആൾക്കാർക്ക് അത് വായിക്കാൻ തോന്നണം എന്ന രീതിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ചെറിയ സമ്മറി. ആൻഡ് ദെൻ ഒരു കവർ ഡിസൈൻ ആൻഡ് കവർ ഫോട്ടോ. ഇത്രയുമാണ് ഒരു ബ്ലർബിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് നൗ വി ഹാവ് എൻ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിളിൽ നമ്മുടെ തീമിന് യോജിച്ച രീതിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇമാജിനറി നെയിം, ഒരു ആർട്ടിക്കിൾ ആരാണ് എഴുതുന്നത് എന്നുള്ള രീതിക്ക് ഒരു ഇമാജിനറി നെയിം കൊടുക്കുക. ദെൻ ടോപ്പിക്ക് നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ ഓരോ ഐഡിയാസും ഓരോരോ പാരഗ്രാഫിലായിട്ട് നല്ല രീതിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോവുക. ലാസ്റ്റിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ ഐഡിയാസും പോയിന്റ്സും ഒക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കൊടുക്കുക. ഒറ്റ ഭയങ്കര ലോങ് ആവണം എന്നല്ല പറയുന്നത്, ജസ്റ്റ് സമ്മറൈസ് ദാറ്റ് ആൻഡ് ദെൻ ഗിവ് ദി കൺക്ലൂഷൻ പാർട്ട്. ഓക്കെ, ആൻഡ് നൗ ഒരു അനൗൺസ്മെന്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഇമെയിൽ കമ്പോസ് ചെയ്യാനാണെങ്കിൽ, ഇമെയിൽ ആണെങ്കിൽ നമുക്ക് വിൽ ബി ഹാവിംഗ് ഫ്രം ആൻഡ് ടു, ദെൻ ഒരു സബ്ജക്ട് നമുക്ക് കൊടുക്കാം, ദെൻ ഒരു ഗ്രീറ്റിംഗോടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. യു ക്യാൻ പ്രസന്റ് യുവർ കണ്ടന്റ് ആൻഡ് ലൈക്ക് വൈസ് നമ്മുടെ ഫോമൽ ലെറ്റർ പോകുന്ന പോലെ തന്നെയാണ് അതിൽ വരുന്നത്. ദെൻ ഒരു അനൗൺസ്മെന്റ് ആണെങ്കിൽ ഒന്ന് ഗ്രീറ്റ് ചെയ്യുക, വളരെ നല്ല ഷോർട്ടായിട്ടുള്ള രീതിയിൽ ടൈം, ഇവന്റ്, എവിടെയാണ് ലൊക്കേഷൻ നടക്കുന്നത് ആൻഡ് വെൻ വിൽ ഇറ്റ് ഹാപ്പൻ, ഏത് ഇവന്റ് ആണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് കൊടുക്കുക. ആൻഡ് ദെൻ യു ക്യാൻ കൺക്ലൂഡ് വിത്ത് വാം റിഗാർഡ്സ്, ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് ദാറ്റ്. ഇനി പ്രൊഫൈൽ നമുക്ക് എപ്പോഴും യൂഷ്വലി ചോദിക്കാറുള്ള ഒരു ഇത് തന്നെയാണ്, നമുക്ക് ഹിൻസ് തന്നിട്ടുണ്ടാവും. യൂസ് അല്ലെങ്കിൽ ജോയിൻ ദാറ്റ് വിത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻ ടു പോലുള്ള പ്രിപ്പോസിഷൻസ് വെച്ച് നല്ല രീതിക്ക് അത് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആൻഡ് നൗ ഫീച്ചേഴ്സ് ഓഫ് എ ബ്ലോഗ്. അപ്പോൾ ബ്ലോഗാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ യു ഹാവ് ടു റൈറ്റ് എന്താണ്, ഒരു ഹെഡ്ലൈൻ വേണം. ഇനി അതിനെ കുട്ടി കുട്ടി പാരഗ്രാഫ്സ് ആയിട്ട് ഷോർട്ടായിട്ട് ബ്രേക്ക് ചെയ്യുക. ആൻഡ് ദെൻ ഒരു ബിഗിനിങ്, അതുപോലെ ഒരു മിഡിൽ ആൻഡ് എൻഡ് ഷുഡ് ഓൾസോ ബി ദർ. സിമ്പിൾ ആൻഡ് വളരെ ഇൻഫോർമൽ ആയിട്ട് രീതിക്ക് നിങ്ങൾക്ക് ബ്ലോഗ് പ്രിപ്പയർ ചെയ്യാം. ഇനി നൗ യു ആർ ഗിവൻ വിത്ത് സം ക്യാരക്ടർ സ്കെച്ചസ് ഫ്രം ഈച്ച് ചാപ്റ്റേഴ്സ്. നവമിതയുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഷോർട്ട് ടെമ്പേർഡ് ആണ്, ഒരു ഹൗസ് വൈഫ് ആണ് എന്നൊക്കെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കുള്ളത് സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിനെ പറ്റിയിട്ടാണ്. സോ ദിസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ he works as a Horagallu and a retired headmaster and lives in the village and he shares the worries of the villagers. Ratna is also a modern Horagallu, office la avരുടെ colleague ആയിരുന്നു, middle aged ആണ്, senior clerk ആണ്, always smiling. She also listens to everybody from that company. Any Robert Baldwin's character, he is a very honest man from the story The Hour of Truth. And now man of integrity, he is married to Martha. They are having 2 children on the Eve and John Baldwin. And now he works as a governor to the bank run by Mr. Gresham. And Mr. Gresham in the work avadeyana cheyyunnathu. And he just wanted to punish Gresham because he has done something wrong. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ദെൻ ജോൺ ബാൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്യാരക്ടർ ആൻഡ് സൺ ഓഫ് റോബർട്ട് ബാൽവിൻ ആൻഡ് മാത്ത. ഹി ഈസ് എൻ യങ് മാൻ ഓഫ് 27, ഏതാണ്ട് 10-27 വയസ്സുള്ള ഒരാളാണ്. സ്മോക്കിംഗ് പൈപ്സ്, കുറച്ച് ഫിലോസഫിക്കൽ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. ദെൻ ടീച്ചർ, ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ ടീച്ചർ ഇസ് എ മെയിൻ ക്യാരക്ടർ. മാത്സ് ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് ടീച്ചറുടെ എല്ലാ ഡ്യൂട്ടീസും ഷീ ഈസ് ജസ്റ്റ് ഡൂയിങ്, ബട്ട് ഷീ ഗെറ്റ്സ് ഇറിറ്റേറ്റഡ് ബൈ ദി മിസ്റ്റീവിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ബോയ് ആൻഡ് ഫ്രസ്ട്രേഷൻ കാരണം ഇവനെ പണിഷ് ചെയ്യേണ്ട ഒരവസ്ഥ വരെയാണ്. ബട്ട് ഫൈനലി നമ്മൾ സ്റ്റോറി എൻഡ് ചെയ്യാനാകുമ്പോഴേക്കും വി ഫീൽസ് ലൈക്ക് ഷീ ഈസ് എ വെരി സോറി ഫിഗർ. ആൻഡ് നൗ പോയറ്റ് ആൻഡ് നൈബർ ആൻഡ് മെൻഡിങ് വാൾ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ദെൻ ഫെലിക്സ് വാഗാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അമിഗോ ബ്രദേഴ്സിലെ ഒരു ആളാണ് ഫെലിക്സ്. ഓൾമോസ്റ്റ് 17 years ആണുള്ളത്. ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് അന്റോണിയോ ആണ്. ഡാർക്ക് ആൻഡ് ഷോർട്ട്, ഒരു ആഫ്രോ അമേരിക്കൻ ആണ് അവൻ. ഹെയർ ഇസ് ഓൾവേസ് ഇൻ ആൻ ആഫ്രോ സ്റ്റൈൽ. ആൻഡ് അവൻ്റെ ഡ്രീമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ്, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദേ ഓൾസോ വർക്ക്സ് ടു ഫുൾഫിൽ ദെയർ ഡ്രീം. അപ്പം അതുപോലെ തന്നെയാണ് ആന്റോണിയോ ക്രൂസും വരുന്നത്. ദേ ഓൾസോ ഹാവ്, അവൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബോത്ത് ഓഫ് ദം ഗിവ് ഇമ്പോർട്ടൻസ് ടു ഫ്രണ്ട്ഷിപ്പ് ഇൻ ദെയർ ലൈഫ്. ഓക്കെ,
സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ ക്യാരക്ടേഴ്സ്. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ യൂണിറ്റ്സിൽ നിന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ നമ്മൾ ലാസ്റ്റിലേക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് chapters and some of the character sketches and some of the discourses that are very important. Okay, so I wish you all the best. അപ്പോൾ നമ്മുടെ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. നാളത്തെ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് ഒരിക്കലും ടെൻഷൻ ഒന്നും അടിക്കാണ്ട് ടൈം എടുത്ത് വളരെ കാം ആയിട്ട് നിങ്ങളുടെ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ I wish you all the best. We'll see you in another video. So thank you. Bye bye.